വെയിൻ അഥവാ പോഷകങ്ങൾ എല്ലാ കോശങ്ങൾക്കും വിതരണം ചെയ്ത ശേഷം വിസർജ്യ വസ്തുക്കൾ ശേഖരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾക്ക് രോഗം ബാധിച്ച് അതിലെ പ്രഷർ കൂടുമ്പോഴാണ് ഞരമ്പുകൾ തടിച്ചു വരുന്നത്. കാലിലെ ഞരമ്പുകൾ തടിക്കുമ്പോൾ അതിനെ വെരിക്കോസ് വെയിൻ എന്ന് പറയും. മലദ്വാരത്തിലാണെങ്കിൽ പൈൽസും വൃഷ്ണത്തിലാണെങ്കിൽ വെരിക്കോസീലും. കാലിൽ വെരിക്കോസ് വെയിൻ ഉള്ളവരിൽ പൈൽസ് രോഗം കൂടി ഉണ്ടാകുന്നത് സാധാരണമാണ്. ഒപ്പം തന്നെ പുരുഷന്മാരിലാണെങ്കിൽ അതിനൊപ്പം വൃഷ്ണങ്ങളിലെ ഞരമ്പ് ധരിക്കുന്ന വെരിക്കോസീലും കൂടി ഉണ്ടാകാം. എന്താണ് കാലിലും മലദ്വാരത്തിലും വൃഷ്ണങ്ങളിലും ഒക്കെ ഞരമ്പുകൾക്ക് നാശമുണ്ടാകാൻ കാരണം? അതിനൊപ്പം മറ്റ് ശരീരഭാഗങ്ങൾ ഞരമ്പുകൾക്കും നാശമുണ്ടാകുന്നുണ്ടോ? പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് കണ്ണിലെ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന നാശമാണ് കണ്ണിലെ പ്രഷർ കൂടാനും രക്തം കട്ടപിടിക്കാനും രക്തസ്രാവത്തിനും അതുമൂലമുള്ള കാഴ്ചക്കുറവിനും ഒക്കെ കാരണമെന്നാണ്. വെരിക്കോസ് വെയിൻ അഥവാ കാലുകളിൽ ഞരമ്പുകൾ തടിച്ച് കാലുകൾക്ക് വേദനയും കഴപ്പും നീരും ചൊറിച്ചിലും ഉണങ്ങാത്ത വ്രണങ്ങളും രക്തസ്രാവവും ഒക്കെ ഉണ്ടാക്കുന്ന വെരിക്കോസ് വെയിൻ രോഗികളുടെ എണ്ണം കൂടുന്നു. ഒപ്പം തന്നെ അതിനായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. എന്താണ് ഇങ്ങനെ ഞരമ്പുകൾ നശിക്കാൻ കാരണം? ചികിത്സയുടെ ഭാഗമായുള്ള ഓപ്പറേഷനിലൂടെ ഈ ഞരമ്പുകളെ എടുത്തു കളയാനോ അതിലൂടെയുള്ള രക്തയോട്ടം ഇല്ലാതാക്കാനോ ആണ് ശ്രമിക്കുന്നത്. അത് രക്തയോട്ടത്തിന് തടസ്സം സൃഷ്ടിക്കില്ലേ? സ്ക്ലിറോതെറാപ്പി, ലേസർ സർജറി, ഗ്ലൂ തെറാപ്പി, സ്ട്രിപ്പിംഗ് തുടങ്ങി പലതരം ഓപ്പറേഷനുകളും ചികിത്സകളും ചെയ്താലും വീണ്ടും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഓപ്പറേഷൻ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? വെരിക്കോസ് വെയിൻ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? രക്തക്കുഴലിനെ എടുത്തു മാറ്റാതെ നശിപ്പിക്കാതെ റിപ്പയർ ചെയ്തെടുക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം? കാലിലെയും മലദ്വാരത്തിലെയും പ്രശ്നങ്ങളിലും ഞരമ്പുകൾ തടിക്കുന്നത് മാറ്റാനായി ചെയ്യുന്ന ഓപ്പറേഷനുകൾ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിന്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാം എന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെയും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. രക്തക്കുഴലുകളെ കുറിച്ചും അതിൻ്റെ രോഗങ്ങളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബേസിക്കലി ഈ ഹാർട്ടും ബ്ലഡും രക്തക്കുഴലുകളും ഒക്കെ തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അറിയണം. ബേസിക്കലി നമ്മൾ ബ്ലഡിനെ തന്നെ പറയുന്ന ഒരു ടിഷ്യൂ ആയിട്ട്, അത് ഫ്ലോയിങ് ടിഷ്യൂ. ബാക്കിയുള്ളതും നമ്മൾ ബോണും ആണെങ്കിൽ ഒരു ടൈപ്പ് ടിഷ്യൂ ആണ്. ഹാർട്ട് അല്ലെങ്കിൽ ലിവർ എന്നൊക്കെ പറയുന്ന വേറൊരു ടിഷ്യൂ. അപ്പോൾ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലോയിങ് ടിഷ്യൂ ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് ഇതിനകത്തൂടെയാണെന്നാണ്. അപ്പോൾ കാർഡിയോ വാസ്കുലാർ സിസ്റ്റം എന്നാണ്. ഹാർട്ടും ബ്ലഡ് വെസൽസും ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ടാണ്. അതിനകത്ത് ഈ ഫ്ലോയിങ് ആയിട്ടുള്ള ബ്ലഡും ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഏകദേശം 5 ലിറ്റേഴ്സ് ആണ് ബ്ലഡ് ഉള്ളത്. അതിൽ 3/4 4ൽ 3 ഭാഗവും ശരിക്കും വെയിനകത്താണ്. ബാക്കിയുള്ളതാണ് ആർട്ടറിക്കകത്തും ഹാർട്ടിനകത്തും. അപ്പോൾ ഹാർട്ട് എന്ന് പറയുന്ന ഹാർട്ടിനകത്തുനിന്ന് ശുദ്ധരക്തം കൊണ്ടുപോകുന്നത് ആർട്ടറിയാണ്. ആർട്ടറി എല്ലായിടത്തും കൊണ്ടുപോയി സപ്ലൈ ചെയ്യും. അവിടെ നിന്ന് വെയിൻസ് ആണ് ഇതിനെ തിരിച്ചു കൊണ്ടുപോകുന്നത്. തിരിച്ച് വെയിന് വീണ്ടും ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ചേംബറിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് അതിന് ലങ്സിലേക്ക് പോകും. ലങ്സിൽ നിന്ന് തിരിച്ച് ഓക്സിജനേറ്റഡ് ആയിട്ട് വന്നത് ലെഫ്റ്റ് ചേംബറിൽ വരും. അതിനെയാണ് നമ്മൾ പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത്. അത് ആർട്ടറി കൂടെ പോകും. അപ്പൊ ഈ വെയിനുകൾക്ക് രോഗം വരുന്നതിലാണ്, അതായത് തിരിച്ചു കൊണ്ടുവരുന്നത്. ആർട്ടറിയിൽ നിന്ന് തിരിച്ച് വെയിനിൽ കൂടെ കയറി വേണമല്ലോ ഹാർട്ടിലേക്ക് വരാൻ. അപ്പൊ ഈ വെയിനിന് അസുഖങ്ങൾ വരുന്നതിനെയാണ് നമ്മൾ ഈ വെരിക്കോസീല് അങ്ങനത്തെ ഒക്കെ പറയുന്നത്.
ആർട്ടറിയിൽ നമുക്കെല്ലാം അറിയാമല്ലോ, ആർട്ടറിക്ക് മിക്കവാറും ബ്ലോക്ക് വരും. അതിനാണല്ലോ നമ്മൾ സ്റ്റെൻ്റ് ഒക്കെ ഇടുന്നത്. സ്റ്റെൻ്റ് ഇടുക, ബൈപ്പാസ് ചെയ്യുക എന്നൊക്കെ ചെയ്യുന്നത്. വെയിന് രോഗം വരുമ്പോഴാണ് നമ്മൾ അതിങ്ങനെ മടങ്ങി ചുരുങ്ങി ഒക്കെ വരുന്നത്. അതിൽ കാലിൽ വരികയാണെങ്കിൽ അതിന് വെരിക്കോസ് വെയിൻസ് എന്ന് പറയും. സ്ക്രോട്ടത്തിലൊക്കെ വരുമ്പം അതിനെ വെരിക്കോസ് സീൽ എന്ന് പറയും. അതുപോലെ പൈൽസ് നമ്മുടെ എയ്നസിൽ വരുമ്പം യൂഷ്വലി ഈ ഭാഗങ്ങളിലാണ് അത് കൂടുതൽ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതൊക്കെ എൻ്റെ ഇതാണല്ലോ, അത് ആ ഗ്രാവിറ്റേഷണൽ ഇഫക്റ്റും കൂടെ വരുന്നത് കൊണ്ട് അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നതെന്നുള്ളതാണ്. മറ്റ് രക്തക്കൊഴലുകൾക്കും ഡാമേജ് വരുന്നുണ്ടാകും, പക്ഷെ അത് നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് കുറച്ച് വേഗമായിരിക്കും. നമുക്ക് പലപ്പോഴും ഈവൻ ഇപ്പോൾ നമ്മൾ പഴയ കാലത്ത് പണ്ടൊന്നും നമുക്ക് ഈ വെരിക്കോസ് വെയിനും അല്ലെങ്കിൽ പൈൽസും അല്ല വെരിക്കോസിനും തമ്മിലുള്ള കണക്ഷൻ പോലും ഡോക്ടേഴ്സിനും അറിയത്തുണ്ടായിരുന്നില്ല. ഇപ്പൊ കൂടുതൽ സ്റ്റഡീസ് വന്നപ്പോഴാണ് ഇതെല്ലാം കണക്റ്റഡ് ആണ്, ഒരേ അസുഖത്തിന്റെ തന്നെ ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻ ആണ്. പിന്നെ ഒന്നുള്ളവർക്ക് മറ്റുള്ള ഇതുങ്ങളിലൂടെ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് തന്നെ മനസ്സിലാകുന്നത്. അപ്പൊ വെയിനിന്റെ ഈ ഡാമേജ് വരുന്നതും ഒക്കെ അതും രോഗങ്ങളും തമ്മിലുള്ള കണക്ഷൻ തന്നെ ഇപ്പൊ ഈ റീസെന്റ് കാലങ്ങളിലാണ്, പക്ഷെ ഈ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിനുള്ളിലാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ സ്റ്റഡീസൊക്കെ വരുന്നത്. അപ്പൊ ഈ വെരിക്കോസ് വെയിനെ കുറിച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻസ് കാലിലാണ്. അപ്പൊ കാല് സംബന്ധമായിട്ടുള്ള കഴപ്പ്, വേദന, അങ്ങനത്തെ കാര്യങ്ങളായിട്ടാണ് വരുന്നത്. വെരിക്കോസ് സീലാണെങ്കിൽ പലപ്പോഴും സിംറ്റംസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതായത് വൃഷ്ണസഞ്ചിയിൽ വരുമ്പം അത് പലപ്പോഴും ഈ ഇൻഫെർട്ടിലിറ്റിയുടെ ഭാഗമായിട്ട് ചെക്കപ്പ് വരുമ്പോഴായിരിക്കും അതിന് വരുന്നത്. എന്നിട്ട് അതിന് ഓപ്പറേഷൻ ചെയ്യുക, അതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ പൈൽസ് നമുക്കെല്ലാം അറിയാം. പൈൽസ് നമുക്ക് ഇടയ്ക്ക് വരും. അത് ഡയറക്റ്റ്ലി ഫുഡുമായിട്ട് കണക്റ്റഡ് ആയിട്ട് മിക്കവാറും പൈൽസ് ഉള്ള എല്ലാവർക്കും തന്നെ അറിയാം അത് ഭക്ഷണമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ ഈ ഭക്ഷണവും ഈ കാലിലെ വെരിക്കോസ് വെയിനും തമ്മിലോ അല്ലെങ്കിൽ സ്ക്രോട്ടവും തമ്മിലുള്ളതും അറിയാൻ പറ്റില്ല. ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് നമുക്ക് പൈൽസിന്റെ നമുക്ക് നേരത്തെ അറിയാം, ചില ഭക്ഷണം ചിക്കൻ കഴിച്ചാൽ അല്ലെങ്കിൽ മുട്ട കഴിച്ചാലൊക്കെ വരും എന്നുള്ളത് അറിയാം. അതുപോലെ മിക്കവാറും പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോഴായിരിക്കും മിക്കവാറും ഇത് കൂടി വരുന്നത്. അതൊരു കണക്ഷൻ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. പക്ഷെ വെരിക്കോസ് വെയിൻ്റെതിന് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായി വരുന്നത്. ഇപ്പൊ ഈ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ വെരിക്കോസ് വെയിൻ കുറയും, അങ്ങനെയൊക്കെ ഉള്ളത്. ഇതിൽ എല്ലാത്തിലും തന്നെ ഒരു സിംറ്റംസ് ഇപ്പം ഈ വെരിക്കോസില് പ്രശ്നത്തിൽ വരുന്ന ഇത് കൂടുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു ഡ്രാഗിങ് പെയിൻ, അതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അവിടെ ഒരു സ്വെല്ലിങ് പോലെ വരും, അതുപോലെ ഡ്രാഗിങ് പെയിൻ, ഇങ്ങനത്തെ ഒക്കെയാണ്. ഇതെല്ലാം കണക്റ്റഡ് ആണെന്നുള്ളതാണ് ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, ഇതിൻ്റെ കാലിലെ വെരിക്കോസ് വെയിനെ സംബന്ധിച്ച് ഉള്ള സിംറ്റംസ് ആണെങ്കിൽ അതിൽ സ്മോൾ രക്തക്കൊഴലുകൾക്കാണ് വരുന്നതെങ്കിൽ അതിന് സ്പൈഡർ വെയിൻ എന്ന് പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി വന്നു കഴിയുമ്പോഴേക്കും വലുത് വരുമ്പോഴാണ് അത് വീർത്ത് വരിക, പിന്നെ അത് മടങ്ങി വരികയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആദ്യമൊന്നും അത് എപ്പോഴും ഒരു സിംറ്റം ഉണ്ടാവില്ല. കുറച്ചുകൂടി കൂടി വന്നു കഴിയുമ്പോഴാണ് കാലിന് കഴപ്പ്, പ്രത്യേകിച്ച് നിൽക്കുമ്പോൾ കഴപ്പ് വരാൻ തുടങ്ങും. പിന്നെ കുറച്ചുകൂടി വരുമ്പോഴേക്കും കാലിൽ ബേണിങ് സെൻസേഷന്, ചൊറിഞ്ഞു പൊട്ടുക, സ്കിന്നിൻ്റെ കളർ വ്യത്യാസം വരിക, സ്കിൻ തന്നെ വലിയുന്ന പോലെയുള്ള ഒരുതരം ഫൈബ്രോസിസ് പോലെയുള്ള സ്കിന്നിൽ വരിക. പിന്നെ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയും, കാലെപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനത്തെ പല ഇതിലേക്ക് വരാം. പിന്നെ കൂടുതൽ കഴിഞ്ഞ് കഴിയുമ്പം അൾസറായി അല്ലെങ്കിൽ ബ്ലീഡിങ് ആകാം, അങ്ങനെയൊക്കെ വരുന്നത്. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് ഈ രക്തക്കൊഴൽ ഇങ്ങനെ വീർത്തു വരുന്നതെന്നുള്ളത്. അപ്പം ബേസിക്കലി നമ്മുടെ ഈ രക്തക്കൊഴലുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെയിൻ ഒരു പ്രോട്ടീൻ ഉണ്ട്, കൊളാജൻ എന്ന് പറയും. അപ്പം ആർട്ടറിക്ക് ആണെങ്കിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കൂടുതലും മസിലാണ്. അതിനകത്തും കൊളാജൻ ഉണ്ട്. കൊളാജൻ എല്ലാ ബോഡിയിലെ എല്ലാ ഒരു കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയും, എല്ലാത്തിനെയും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊളാജനും ഇലാസ്റ്റിൻ അങ്ങനെയൊക്കെയുള്ള പ്രോട്ടീനുകളാണ്. പക്ഷെ ഈ വെയിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആർട്ടറിയും വെയിനും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഇതിനകത്ത് കാര്യമായിട്ട് മസിലില്ല, കൊളാജനാണ്. കൊളാജനും ഇലാസ്റ്റിനും ഈ പ്രോട്ടീൻ ഈ ടൈപ്പ് പ്രോട്ടീനാണ്. മറ്റേ മസ്കുലിൻ്റെ പ്രോട്ടീനും കൂടെ ഉണ്ടാവും. അപ്പം ഈ കൊളാജന് വരുന്ന ഡാമേജ് ഈ രക്തക്കൊഴലുകളെ ബാധിക്കുന്നതാണ് ഇങ്ങനത്തെ ഈ വെയിൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ്. അപ്പം അത് കാലിൽ വന്ന് വെരിക്കോസ് വെയിനായി, ഏനസിൽ വന്ന് ഓരോന്നിലും വരും. പിന്നെ ഇപ്പം പറയുന്നുണ്ട് പല കണ്ണിന് സംബന്ധിച്ചുള്ള അസുഖങ്ങൾ നമ്മൾ അറിയാമല്ലോ. കണ്ണിന് ഗ്ലോക്കോമ, അതിലൊരു ഗ്രൂപ്പിൽപ്പെട്ടതാണ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഫ്ലോയ്ക്ക് തടസ്സമൊന്നുമില്ല, അല്ലാതെ വരുന്ന ഗ്ലോക്കോമ. ഫ്ലോയ്ക്ക് തടസ്സമൊന്നും ഉണ്ടാവില്ല, പക്ഷേ കണ്ണിൻ്റെ പ്രഷർ കൂടും. ഇങ്ങനെയൊക്കെ ഉള്ളതും ഈവൻ കണ്ണിൽ
നമ്മൾ പറയുന്ന ഒഫ്താൽമിക് വെയിൻ ത്രോംബോസിസ്, കണ്ണിൻ്റെ രക്തക്കൊഴലിൽ രക്തക്കട്ട ഉണ്ടാവുക, അതുപോലെ കണ്ണിനകത്ത് വരുന്ന ചിലതരം ബ്ലീഡിങ്, ഇതുമൊക്കെ ഈ രക്തക്കൊഴലുകളെ എല്ലാ ബ്ലീഡിങ്ങും ഇതൊക്കെ തന്നെ രക്തക്കൊഴലുകളെ സംബന്ധിച്ചുള്ളതാണ്. അതിന് ആർട്ടറിക്കും പ്രശ്നം വരാം, വെയിനും പ്രശ്നം വരാം. നമ്മൾ കൂടുതൽ ഇതിലെല്ലാം നമ്മൾ ആർട്ടറി ആയിരുന്നു എപ്പോഴും ആയിട്ട് കണക്ട് ചെയ്തായിരുന്നു നമ്മൾ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് വെയിനിൻ്റെ പ്രശ്നങ്ങളും വെയിനകത്ത് ഇങ്ങനെ അവിടെ സ്റ്റാഗ്നേഷനും ഒക്കെ വരുന്നതും കാരണമാകുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. നെക്സ്റ്റ് കൂടുതൽ സ്റ്റഡീസ് കാണിക്കുന്നത്, അതായത് പുതിയതായിട്ട് വരുന്ന സ്റ്റഡീസിൽ പറയുന്നത്, ഈ കൊളാജന് ഡാമേജ് വരുന്നു. കൊളാജൻ ഡാമേജ് വന്നുകൊണ്ടാണ് ഇത് വരുന്നത്. ഈ കൊളാജന് ഡാമേജ് വരാനായിട്ട് ഒരു മെയിൻ കാരണം പറയുന്നത് ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ചില ന്യൂട്രിയൻസ് തന്നെ ഓവറാകുന്നത്. അതിൽ തന്നെ ഒരു ഹൈപ്പർ ഹോമോസിസ്റ്റിനീമിയ എന്ന് പറയുന്നത്. ഹോമോസിസ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമിനോ ആസിഡ്സ്, അതായത് പ്രോട്ടീൻ, നമ്മൾ ഭക്ഷണം പ്രോട്ടീൻ, ഫിഷും മീറ്റും അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളും ഒക്കെ കഴിച്ച് പ്രോട്ടീൻ വേണമെന്ന് പറയല്ലോ. അത് ഡൈജസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 21 ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ആണ് ആകുന്നത്. അതിൽ ഒരെണ്ണമാണ് ഹോമോസിസ്റ്റിൻ. ഈ ഹോമോസിസ്റ്റിൻ്റെ അളവ് കൂടുന്നത് ഈ രക്തക്കൊഴലുകളെ കൊറോഡ് ചെയ്യുന്നത് പോലെ വരുമെന്നാണ്, കൊറോസീവ് ആണെന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്. ഈ ഹോമോസിസ്റ്റിൻ കൂടുന്നത് അത് ശരിക്കും ഹാർട്ട് അറ്റാക്ക്, ഹോമോസിസ്റ്റിൻ കൂടിയാൽ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ടാണ് മിക്കവാറും കാർഡിയാക് പേഷ്യൻസിനെല്ലാവരും ഹൈപ്പർ ഹോമോസിസ്റ്റിനീമിയ ഉണ്ടോ എന്ന് നോക്കും. ഇപ്പം നമ്മൾ പറയുന്നത് ഈ വെരിക്കോസ് വെയിനും അതുപോലെ മറ്റേ ഈ വെരിക്കോസിലും അതുപോലെ പൈൽസിനും ഒക്കെ ഒരു കാരണമാണ് ഈ ഹൈപ്പർ ഹോമോസിസ്റ്റിനീമിയ എന്നാണ്. നെക്സ്റ്റ്, ഈ ഹൈപ്പർ ഹോമോസിസ്റ്റിനീമിയ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഹോമോസിസ്റ്റിൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ, അതൊരു ന്യൂട്രീഷനാണ്, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതലായിട്ട് അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിന് കാരണം പറയുന്നത് പല ബി കോംപ്ലക്സ് വൈറ്റമിൻസ്, പ്രത്യേകിച്ച് വൈറ്റമിൻ B6, അതുപോലെ വേറെ കുറേ വൈറ്റമിൻസ് ബി കോംപ്ലക്സ് ഗ്രൂപ്പിലുണ്ടല്ലോ, ഫോളേറ്റ്, ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി അത് കുറയുന്നത് കൊണ്ടാണ്. ഈ ഹോമോസിസ്റ്റിനെ കൊണ്ട് നമ്മൾ പല ഉപകാരങ്ങളും ഉള്ളതാണ്, അതിനെ വെച്ച് വേണം കൊളാജനും പല കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ട വൈറ്റമിൻസ് ഉണ്ടെങ്കിൽ അതിൽ ചില കാര്യങ്ങൾ അസറ്റലേഷൻ, മെത്തലേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്, എന്നാലേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പം അത് നടക്കാത്തത് കൊണ്ടാണ് ഈ ഹോമോസിസ്റ്റിൻ കൂടുന്നതും അതുപോലെ തന്നെ നമ്മുടെ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുന്നതാണ്. അപ്പം ഹാർട്ടിൻ്റെ ഒരു മാർക്കറായിട്ടാണ് നമ്മൾ ഹോമോസിസ്റ്റിനെ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വെരിക്കോസ് വെയിനിൻ്റെ അതുപോലെ രക്തക്കൊഴലുകൾക്ക് തന്നെ, ആർട്ടറിക്ക് മാത്രമല്ല വെയിനിൻ്റെ ഒരു മാർക്കറായിട്ട് വേണം എടുക്കാൻ. ഈവൻ മേ ബി നമ്മളുടെ ഹാർട്ട് അറ്റാക്കിന് തന്നെ ഈ രക്തക്കൊഴലിന് ആർട്ടറിയുടെ കാര്യത്തിലാണ് നമ്മൾ ഈ സ്റ്റെൻ്റൊക്കെ ഇടുന്നത്. ഈ വെയിനിൻ്റെ പ്രശ്നങ്ങളും അവിടെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടാവാം. നെക്സ്റ്റ്, ഈ ബേസിക്കലി ഇപ്പം പറയുന്ന ഇതിനൊരു ഓട്ടോ ഇമ്മ്യൂൺ നേച്ചർ. അപ്പം ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും അതുപോലെ പ്രോട്ടീനിൻ്റെ വ്യത്യാസങ്ങളും ഹൈപ്പർ ഹോമോസിസ്റ്റിനീമിയും എല്ലാം കൂടെ വരുമ്പോഴേക്കും നമുക്കതിലൊരു നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അത് ഈ കറക്റ്റ് അല്ലാത്ത കൊളാജനെ മാറ്റാനായിട്ടുള്ളൊരു ശ്രമം നടത്തും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോബ്ലംസ്, അതായത് ഈ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുന്നതും. ഈവൻ പൈൽസിനെ കുറിച്ചുള്ള പല സ്റ്റഡീസിലും അങ്ങനെ ഇപ്പോൾ പൈൽസിൻ്റെ കാരണം ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണെന്നുള്ളതാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. അപ്പം ഇതിൽ തന്നെ നമ്മൾ പല ന്യൂട്രീഷണൽ ഇംബാലൻസ്, അതുപോലെ തന്നെ ചില ഫുഡ് ചിലർക്ക് പറ്റാത്ത ഫുഡ് വരുന്നു. അപ്പം അതാണ് നമുക്ക് പൈൽസിൻ്റെ കാര്യത്തിൽ വെരി ക്ലിയർലി അറിയാം. ചില ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് കൂടുന്നു. അപ്പം ആ ഫുഡിനോടുള്ള നമ്മളുടെ ബോഡി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ബേസിക്കലി ഇപ്പോൾ ഫുഡിൻ്റെ നമ്മൾ പെട്ടെന്ന് അറിയാൻ പറ്റുന്നത്, നമ്മൾ നേരെ ഭക്ഷണം കഴിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഫുഡ് വയറിലേക്കാണല്ലോ ചെല്ലുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എയ്നസിൽ വരുന്ന ചേഞ്ചസും ഒക്കെയാണ് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. അതിനെക്കുറിച്ച് കുറേ ഇപ്പോൾ പുതിയ സ്റ്റഡീസ്, അതിൻ്റെ ബയോപ്സി, അതിൻ്റെ ഒരു മോളിക്കുലാർ ലെവലിലുള്ള സ്റ്റഡീസൊക്കെ നടത്തിയിട്ട് അപ്പം ഇപ്പോൾ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നുള്ള നിലയിലേക്കാണ് ഇതിനെക്കുറിച്ച് വരുന്നത്. അപ്പോൾ പൈൽസ് ഓട്ടോ ഇമ്മ്യൂൺ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വെരിക്കോസിലിനും വെരിക്കോസ് വെയിനും ഒക്കെ അത് തന്നെ വരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വേറൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനത്തെ രക്തക്കൊഴലുകൾക്ക് ഓൾറെഡി ഡാമേജ് വന്നിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം കാല് അല്ലെങ്കിൽ ഏനസ് അല്ലെങ്കിൽ സ്ട്രോട്ടം, നമ്മൾ ആ ഗ്രാവിറ്റേഷണൽ ഇഫക്റ്റ് ഉള്ളിടത്തൊക്കെയാണ്, അതായത് താഴത്തെ ഭാഗത്താണ് ഇത് വരുന്നത്. അപ്പം ഇതെല്ലാം ഒബേസിറ്റി, പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഒബേസിറ്റി, കൊടവയറുള്ളവർക്ക് ഇതിന് സാധ്യത കൂടുതലാണെന്നാണ്.
അത് കാരണം എന്താണ്? ബേസിക്കലി അപ്പോഴേക്കും നമ്മുടെ കൊഴുപ്പെല്ലാം കൂടെ അടിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷറും ഇൻട്രാ തൊറാസിക് പ്രഷറും കൂടും. അപ്പം രക്തത്തിന് മുകളിലേക്ക് കയറി വരാനുള്ള ചാൻസും ആ പ്രഷർ വെയിനിൻ്റെ താഴത്തെ രക്തക്കൊഴലുകളിലെ വെയിനകത്തെ പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി ഇത് ഒരു വെയിൻ, നമ്മളെപ്പോഴും പ്രഷറിനെ കുറിച്ച് പറയുമ്പോൾ ആർട്ടറിയിലെ പ്രഷറിനെ കുറിച്ചാണല്ലോ നമ്മൾ എടുക്കുന്നത്. ജനറലി വെയിനിലെ പ്രഷർ വളരെ കുറവായിരിക്കും, കാരണം ഹാർട്ട് പോലെ താഴെ ആരും പമ്പ് ചെയ്യാനൊന്നുമില്ല. ശരിക്കും ബ്ലഡ് മുകളിലേക്ക് കയറുന്നത് നമ്മളുടെ ഈ രക്തക്കൊഴലുകൾ കൂടുതലും മസിലിനകത്തൂടെയൊക്കെയാണ്. ഉള്ളിൽ നമ്മൾ ഈ പുറമേ കാണുന്ന രക്തക്കൊഴലുകൾ തടിച്ചു വരുന്നത് മാത്രമല്ല, ഉള്ളിലാണ് മെയിൻ വലിയ രക്തക്കൊഴലുകളെല്ലാം ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പം അതെല്ലാം മസിലിൻ്റെ ഇടയിലാണ്. അപ്പം കാലിലെ മസിൽസ് പമ്പ് ചെയ്യുമ്പോഴാണ് ബ്ലഡ് ശരിക്കും മുകളിലോട്ട് കയറുന്നത്. പിന്നെ ഈ വെയിനിനിടയിൽ ഒരു വാൽവ് ഉണ്ട്, മുകളിലോട്ട് കയറി ബ്ലഡ് തിരിച്ചു പോകാതിരിക്കാൻ. പക്ഷെ നമ്മൾ ഈ വെരിക്കോസ് വെയിനിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രക്തക്കുഴൽ വീക്കായി വീർത്തു വരും, അതിൻ്റെ ഡയമീറ്റർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഈ വാൽവുകളിൽ ഡാമേജ് ആയി, അപ്പം അതിനകത്ത് ലീക്കേജ് വരാൻ തുടങ്ങും. പിന്നെ ഈ കൊളാജൻ വെച്ച് തന്നെയാണ് രക്തക്കുഴലിൻ്റെ വാൽവ് ഉണ്ടാക്കിയിരിക്കുന്നത്, അപ്പോൾ അതും വീക്കാണ്. അപ്പോൾ ഓൾറെഡി വാൽവ് വീക്കുമാണ്, വീർത്ത് വന്നപ്പോഴേക്കും അതിൻ്റെ ഇൻറ്റഗ്രിറ്റി, അതിൻ്റെ അടയാനുള്ള ശേഷി കുറഞ്ഞു, അപ്പം ലീക്ക് വരാൻ തുടങ്ങി. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഓവർ വെയിറ്റ് ഉള്ളവർക്ക് പ്രഷറും കൂടെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടെ ഒരു പ്രോബ്ലമാണ്. പ്രഷർ, അതായത് വെയിനിലെ പ്രഷർ കൂടി, അപ്പം പ്രഷർ കൂടി നിൽക്കുമ്പോൾ വീണ്ടും രക്തക്കൊഴലുകൾ വീർത്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ വാൽവുലാർ ഡാമേജും വന്ന്, അപ്പോൾ അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ താഴേക്ക് പോകാതിരിക്കാനാണ് ഈ രക്തക്കൊഴൽ ശരിക്കും സെൽഫായിട്ട് മടങ്ങാൻ ശ്രമിക്കുന്നത്. അതായത് വാൽവിന് ഓൾറെഡി ഡാമേജ് വന്നു, അപ്പോൾ ഈ പ്രഷറിനെ എങ്ങനെയാലും ഒന്ന് പിടിച്ചു നിർത്താനും ബ്ലഡ് ഫ്ലോ താഴേക്ക് പോകാതിരിക്കാനും കൂടെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ടാണ് അത് മടങ്ങി വരുന്നത്. പിന്നെ ഈവൻ നമ്മൾ ഈ ഒബേസിറ്റി ഉള്ളവർക്ക് നമ്മൾ പുറമേ മാത്രമല്ല ഈ കൊഴുപ്പടിയുന്നത്, ഹാർട്ടിന് ചുറ്റും ലങ്സിൻ്റെ മീഡിയാസ്റ്റൈൻ എന്ന് പറയും, അവിടെയും വയറിനുള്ളിലും ഈ ഇൻഡസ്റ്റൈൻ്റെ ഇടയിൽ എല്ലാം കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാകും. അതാണ് ബേസിക്കലി ഈ പ്രോബ്ലം വരുന്നത്. ഈവൻ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും ഈ ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ വലിയ ലങ്സുമായിട്ടും മീഡിയാസ്റ്റൈനൽ ട്യൂമറും ഒക്കെ ആയിട്ടുള്ളവർക്ക് കയ്യിൽ രക്തക്കൊഴലുകൾ ഇങ്ങനെ വെരിക്കോസ് വെയിൻസ് നമ്മളെപ്പോഴും കാലിലല്ലേ കാണുന്നത്, കയ്യിലും കാണാറുണ്ട്. അതിലും ഈവൻ ഫോർത്ത് സ്റ്റേജ് ക്യാൻസറിൽ പോലും നമ്മൾ ഈ ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലും കുറഞ്ഞു വരും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഈ ക്യാൻസർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷനൊക്കെ നമുക്ക് വേറൊരു ദിവസം ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, ഈ രക്തക്കൊഴലുകൾക്ക് ഇങ്ങനെ ഡാമേജ്, പ്രത്യേകിച്ച് വെയിൻസിന് ഡാമേജ് ഉള്ളവർക്ക് മറ്റു രോഗങ്ങൾ എന്തൊക്കെ വരാനാണ് ചാൻസ്? ഇതിൽ ഏറ്റവും പ്രധാനം സ്കിന്നിന് വരുന്നതാണ്. അപ്പം ഈ രക്തമെല്ലാം ഇങ്ങനെ നിന്ന് മടങ്ങി വരുമ്പം നമുക്കത് കാണാം. അതുകൂടാതെ വേസ്റ്റ് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ, അപ്പം ഈ വേസ്റ്റ് കെട്ടി നിന്ന് നമ്മുടെ സ്കിന്ന് കറക്കാൻ തുടങ്ങും. അതാണ് ഒന്ന് വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചൊറിഞ്ഞു പൊട്ടാൻ തുടങ്ങും, അൾസർ വരാം. ചിലപ്പം ചില രക്തക്കൊഴലുകൾ ഇങ്ങനെ വീർത്ത് നിൽക്കുന്നത് അവിടുത്തെ ഈ പ്രഷർ കൂടി അതിങ്ങനെ തിന്നാകുകയാണല്ലോ, രക്തക്കൊഴലിൻ്റെ ഭിത്തിയുടെ കനം കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പ്രഷറും കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് അത് പൊട്ടി, പ്രത്യേകിച്ച് ഈ സ്കിന്നിൽ ലീഷൻസ് അൾസറും കൂടെ ഉള്ളപ്പോഴായിരിക്കും അത് പൊട്ടി ബ്ലഡ് വരാൻ തുടങ്ങുക എന്നുള്ളത്. അപ്പം ഈ ബ്ലഡ് പൊട്ടി വരുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും പേടി വരുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അത്രയും നിലയിലേക്കൊന്നും വെരിക്കോസ് വെയിൻ കൊണ്ടുപോകാതെ ഇരിക്കുക. നമ്മൾ നേരത്തെ കാണാമല്ലോ, ആദ്യം തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ കാല് പൊക്കി വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോഴേക്കും പ്രഷർ അങ്ങ് കുറയും, അപ്പോൾ ആ ഫ്ലോ അങ്ങ് നിൽക്കും ബ്ലഡിൻ്റെ. എന്നിട്ട് നമുക്കൊരു മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്നോടം വരെ, അല്ലെങ്കിൽ അത് കെട്ടിവെച്ച് അതിന് വേണ്ട പ്രൈമറി കെയർ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ബ്ലീഡിങ് ശരിക്കും വെരിക്കോസ് വെയിനിൽ നിന്നുള്ളത്, ആർട്ടറി എന്നുള്ളതാണ് നമ്മൾ കാല് പൊക്കി വെച്ചാൽ അത്ര ഇഫക്റ്റ് കിട്ടുകയില്ല. ഈ വെരിക്കോസ് വെയിൻ മൂലം ഉണ്ടാകുന്ന ബ്ലീഡിങ് ആണെങ്കിൽ നമുക്ക് കാല് പൊക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഫ്ലോ അങ്ങ് കറക്റ്റ് ചെയ്ത് നമുക്ക് ഫാസ്റ്റായിട്ട് കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ്, പിന്നെ അടുത്ത എന്താണെന്ന് വെച്ചാൽ ഒബേസിറ്റി. ഇതിൻ്റെ കൂടെ എപ്പോഴും തന്നെ മിക്കവരും എല്ലാവരും ഉണ്ടാകണമെന്നില്ല, പക്ഷെ ഒരു നല്ല പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഒബേസിറ്റിയും കൂടെ ഉണ്ടാകും. ഒബേസിറ്റി ഇതിനെ വീണ്ടും അഗ്രവേറ്റ് ചെയ്യും, കാരണം ഈ പ്രഷർ വീണ്ടും കൂടുകയാണ്, ഉള്ളിലേക്ക് കയറാൻ പറ്റാതെ വരും. അത് മാത്രമല്ല, ഒബേസിറ്റി ഉള്ള പേഷ്യൻസ് പലപ്പോഴും ആക്ടിവിറ്റി കുറവായിരിക്കും. അപ്പോൾ ഈ മസിൽ, കാലയിലെ മസിൽ വേണം, കാഫ് മസിൽസാണ് ഇത് പമ്പ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ കാഫ് മസിൽസ് ഒരു
ഹാർട്ട് പോലെ പമ്പിങ്, ഒരു പമ്പ് പോലെ വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒട്ടും ഒന്നും എക്സസൈസും ഇല്ല, നടപ്പും ഇല്ല, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും കമ്പ്യൂട്ടറിൽ ഇരുന്നുള്ള പണിയൊക്കെയാണല്ലോ. അങ്ങനെ വരുമ്പം ഈ മസിൽ വീക്കാകുന്നതും വെരിക്കോസ് വെയിനും അതിൻ്റെ വാൽവ് ഡാമേജിനും ഒരു കാരണമാകും എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഈ ഒബേസിറ്റി ഉള്ളവരുടെ ഈ മസിലിനകത്ത് ഫാറ്റ് ആവും. അപ്പം ആ മസിലിൻ്റെ കൺട്രാക്ഷൻ സ്ട്രോങ് ആകാതെ വരും. ഈ ഫാറ്റ് മസിലിനകത്തും കൂടെ കയറി വരുമ്പോൾ മസിൽ അതിന് പ്രോപ്പറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാൻ നോക്കുമ്പോഴും ആ പ്രോപ്പർ കൺട്രാക്ഷൻ കിട്ടാതെ വരും. അതും ഒരു റീസണാണ്. പിന്നെ മറ്റുള്ള കോമോർബിഡിറ്റീസ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വരുന്ന രോഗത്തിൽ ഏറ്റവും പ്രധാനം ആർത്രൈറ്റിസ് ആണ്. ആർത്രൈറ്റിസ്, ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഫ്യൂച്ചറിൽ ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. പിന്നെ ഇവർ ഒബേസ് ആയിരിക്കും, അതിൻ്റെ കൂടെ അവർക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും എല്ലാം കൂടെ ഉണ്ടാവാം. ഡിസ്ലൈപ്പിഡീമിയ, അതായത് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ് കൂടുതലും, ഹാർട്ടിൻ്റെ പ്രശ്നവും, പെരിഫറൽ വാസ്കുലർ ഡിസീസും പെരിഫറൽ ന്യൂറോപ്പതിയും എല്ലാം ഉണ്ടാവും. അപ്പം ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ വേദനയും അസ്വസ്ഥതകളും കൂട്ടുകയും ചെയ്യും. അപ്പം ഇതെല്ലാം മിക്കവാറും ഇതെല്ലാം ഒരേ രോഗിക്ക് തന്നെ. ഇപ്പം നമ്മൾ അതാണ് സാധാരണ കാണുന്നത്. പലർക്കും അവർ പറയുമ്പോൾ വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞായിരിക്കും ഹാർട്ടിന് പ്രോബ്ലം, അല്ലെ TMT പോസിറ്റീവ്, അല്ലെങ്കിൽ ആൻജിയോഗ്രാമി ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴും ഈ രോഗങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. ഡയബറ്റീസും ഉണ്ടാവും, ഹൈപ്പർ ടെൻഷനും ഉണ്ടാവും, മിക്കവാറും മുട്ടിനോ എവിടെയെങ്കിലും ഒക്കെ ഒരു ആർത്രൈറ്റിസ് പ്രോബ്ലംസും ഉണ്ടാവും, ഒബേസിറ്റിയും ഉണ്ടാവും. ഒപ്പം തന്നെ കുറച്ച് പലർക്കും വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലംസും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. സോ ഈ രോഗങ്ങളെല്ലാം ബേസിക്കലി കണക്റ്റഡ് ആണ്. ആരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു രോഗമായിട്ടല്ല കാണുന്നത്. നമ്മൾ ഓരോ രോഗിയും അല്ലെങ്കിൽ ഓരോ പ്രോബ്ലം ഉള്ളവരും ചിന്തിച്ചാൽ മതി, എനിക്ക് മറ്റൊന്നും കൂടെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ മിക്കവരിലും, പ്രത്യേകിച്ച് ഒബേസിറ്റി ഉള്ള ഡയബറ്റീസ് ഒബേസിറ്റി ഉണ്ടെങ്കിൽ അവർക്കൊരു ആർത്രൈറ്റിസിൻ്റെയും വെരിക്കോസ് വെയിൻ്റെയും കൂടെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ്, ഈ ചിലർക്കൊക്കെ ഈ വെയിറ്റ് ലിഫ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക്, അങ്ങനെയുള്ളവർക്ക് വെരിക്കോസ് വെയിനും ഈ വെരിക്കോസിലും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കറക്റ്റ് ബ്രീത്തിങ് പാറ്റേൺ അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു പിടിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം നമ്മുടെ അബ്ഡോമിനൽ പ്രഷറും ഇൻട്രാതൊറാസിക് പ്രഷറും കൂടും. അന്നേരം ബ്ലഡിന് ഹാർട്ടിലേക്ക് പോകാൻ പറ്റാതെ വരും. അപ്പം ഇതെല്ലാം കാലിൽ കെട്ടി നിൽക്കും, കാലിലും താഴെയായിട്ട് കെട്ടി നിൽക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പം നമ്മൾ ഈ പ്രത്യേകിച്ച് വെയിറ്റ് ലിഫ്റ്റ് ഇങ്ങനെ പ്രോൺ ആയിട്ടുള്ളവർ, പ്രത്യേകിച്ച് വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പിടിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യുമ്പോഴും ഒക്കെ ഈ വെരിക്കോസ് വെയിൻ്റെ കാര്യങ്ങളും അഗ്രവേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതും കൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ അങ്ങനെയുള്ളൊരു ഒബേസും കൂടെ ആണെങ്കിൽ അത് പിന്നെയും അഗ്രവേറ്റ് ചെയ്യും. നമുക്കറിയാം ഒബേസിറ്റി വരുമ്പോഴാണ് ലേഡീസിന് പ്രഗ്നൻസി സമയത്ത്, ഒബേസിറ്റി എന്ന് പറയാൻ പറ്റില്ല, വയറിൽ കുഞ്ഞും കൂടെ വളരുകയാണല്ലോ. അപ്പം അതിൻ്റെ കൂടെ മിക്കവാറും കുറച്ച് ഓവർ വെയിറ്റും കൂടെ ഗെയിൻ ചെയ്യുകയും ചെയ്യും. ആവശ്യത്തിൽ കൂടുതൽ കുഞ്ഞിനെയും ഇത് ചെയ്യണം. അതിൻ്റെ കൂടെ എക്സസ് ഫാറ്റ് ഗെയിനും കൂടെ വരുമ്പം പലപ്പോഴും ലേഡീസിന് ഈ വെരിക്കോസ് വെയിൻ തുടങ്ങുന്നത്, ഈവൻ പൈൽസും രണ്ടും നമുക്ക് കാണാം. ലേഡീസിന് പൈൽസും ഡെവലപ്പ് ചെയ്യാൻ, അതുവരെ ഇല്ലാത്തവർക്കും പൈൽസ് വരാൻ ചാൻസ് കൂടുതലാണ് പ്രഗ്നൻസിയിൽ. അതുപോലെ തന്നെ വെരിക്കോസ് വെയിനും മിക്കവാറും അവിടെ വെച്ചായിരിക്കും തുടങ്ങുന്നത്. ഓവർ വയറ് വീർത്ത് വരുമ്പോൾ ആ ഇൻട്രാ പ്രഷർ കൂടുന്നതുകൊണ്ടാണ്. അതിനൊപ്പം നമ്മുടെ ബ്രീത്തിങ് പാറ്റേണും കൂടെ തെറ്റാണെങ്കിൽ അത് പിന്നെയും കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊപ്പം ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസിയും അതുപോലെ ഹൈപ്പർ ക്രോമോസൈറ്റിനിമിയയും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ വീണ്ടും ചാൻസ് കൂടും. കാരണം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസും വരാനുള്ള പോസിബിലിറ്റി നമ്മൾ ഈ പ്രഗ്നന്റ് ലേഡീസിന് കുറച്ചും കൂടെ കൂടുതലാണ്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് പ്രഗ്നൻസിയിലാണെങ്കിലും ഈ വെരിക്കോസ് വെയിൻ വരുന്നതെന്നുള്ളത്. നെക്സ്റ്റ്, ഈ വെരിക്കോസ് വെയിൻ ഉള്ളത് കൊണ്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും എല്ലാവരും നമ്മൾ സ്പൈഡർ വെയിൻ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ അതങ്ങ് ഇഗ്നോർ ചെയ്ത് കളയും. അപ്പം നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇത് വീണ്ടും ഇത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, രക്തക്കൊള്ളുകൾക്ക് ഡാമേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടി വന്നു കഴിയുമ്പോഴാണ് അൾസർ, ബ്ലീഡിങ്, പിന്നെ അവിടെ ഈ അൾസറും ഇതുള്ളവർക്ക് ത്രോംബോഫ്ലെബൈറ്റിസ്, അതായത് ഈ രക്തക്കൊള്ളുകൾക്ക് തന്നെ ഇൻഫ്ലമേഷൻ വരാം, നീർക്കെട്ട് ഒന്നും അണുബാധ വരാം. അണുബാധ വരുമ്പോഴാണ് അവിടെ ത്രോംബോഫ്ലെബൈറ്റിസ് എന്ന് പറയും. അതുപോലെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്നൊക്കെ പറഞ്ഞ് രക്തക്കെട്ടുകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതൽ. അത് അവിടെ നിന്ന് ഡിസ്ലോഡ്ജ് ചെയ്ത് പോയാൽ റൈറ്റ് ഹാർട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടെ നിന്ന് നേരെ അത് പൾമണറി സർക്കുലേഷനിൽ ചെന്ന് ലങ്സിലേക്ക് ചെല്ലും.
അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ജേർണി, പ്രത്യേകിച്ച് ഫ്ലൈറ്റ് 24 ഇപ്പം ഇവിടെ നിന്ന് USA അല്ല തിരിച്ചു വരുന്നു. ഇപ്പം എല്ലാവരും മക്കളൊക്കെ പലപ്പോഴും US ആയിരിക്കും. അപ്പം ലോങ് ഡിസ്റ്റൻസ് ഫ്ലൈറ്റ് പലപ്പോഴും എടുക്കേണ്ടി വരും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ കാലനക്കാതെയും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കാതെ വരുമല്ലോ, നമുക്ക് നടക്കാനും ഒന്നും അത്ര സൗകര്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വരുമ്പം ഈ കാലയിൽ രക്തം കട്ട പിടിക്കാനും അത് നമ്മൾ അതിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റേജാണ്. അതിൽ ഡിസ്ലോഡ്ജ് ചെയ്ത് നമ്മളുടെ ഹാർട്ടിലേക്ക് ചെന്ന് അവിടെ നിന്ന് ലങ്സിലേക്ക് പോയി പൾമണറി എംബോളിസം വരാമെന്നുള്ളത്. അത് ഒന്ന് ഈ നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് ജേർണികളിലൊക്കെയാണ്. ഈവൻ നമ്മൾ 12 hours കാറിലിരുന്ന് കഴിഞ്ഞാലും സെയിം എഫക്റ്റ് തന്നെ. കാറിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും ഒരുപോലെ. കാറിൽ പിന്നെ നമ്മൾ മിക്കവാറും ഇടയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ ഇറങ്ങും, അത്രയെങ്കിലും വരും. ഫ്ലൈറ്റിലാകുമ്പോൾ അത് തന്നെ വരുന്നില്ല. പിന്നെ ഉള്ളത് ഈ ഓപ്പറേഷൻ, പോസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഡ് റിട്ടേണായിട്ട് കിടക്കുന്നത്. അപ്പം നമ്മളിപ്പം ഒക്കെ എല്ലാവരും നേരത്തെ എഴുന്നേപ്പിച്ച് നടത്താൻ നോക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പ്രോബ്ലം ഉള്ളവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലിൽ വെരിക്കോസ് വെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഡോക്ടറോട് പറഞ്ഞേക്കണം. കാരണം നമുക്കത് ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള സ്പെഷ്യൽ ഇഞ്ചക്ഷനും അങ്ങനത്തതും കൂടെ എടുക്കേണ്ടതുണ്ട്. ഓപ്പറേഷൻ്റെ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ആവശ്യമുണ്ടെങ്കിൽ, കാരണം ബ്ലീഡിങ് എല്ലാം വരുമല്ലോ, അപ്പം ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് അത്ര സേഫ് അല്ല എടുക്കുന്നത്. പക്ഷെ എന്നാലും അതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നമ്മൾ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ശരിക്കും നമുക്ക് 90% ഓപ്പറേഷൻസ് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. എമർജൻസീസ് അല്ലാത്ത, ഇഞ്ചുറി അല്ലാത്ത ഈ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് ഓപ്പറേഷൻസ് എല്ലാം തന്നെ നമുക്ക് 90% ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഒടിവോ മുറിവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാതെ പറ്റൂല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ നടക്കാനും ചിലപ്പോൾ പറ്റാതെ ഒരു ഒടിവൊക്കെ ആണെങ്കിൽ ചിലപ്പം ബെഡ് റിഡൻ ആയി പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറയണം. അപ്പം നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നെടുത്തില്ലെങ്കിലും, പ്രത്യേകിച്ച് ഏത് ഇതിലാണെങ്കിലും നമ്മളുടെ കാഫ് മസിൽസിനും ലെഗ് മസിൽസിനും ഒക്കെ സ്പെഷ്യൽ എക്സസൈസ്, നടക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ഈ വീനസ് ത്രോംബോസിസും പൾമണറി എംബോളിസും ഒക്കെ വരാം. പൾമണറി എംബോളിസം ശരിക്കും ഒരു ലൈഫ് ത്രെറ്റനിങ് ഡെത്ത് തന്നെ വരാം. എനിക്ക് തന്നെ അറിയാം, എൻ്റെ ഒരു വെരി ക്ലോസ് ആയിട്ടുള്ള, അവർക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. അവർക്കൊരു സ്പൈനൽ സർജറി കഴിഞ്ഞിട്ട് ആക്ച്വലി ഹോസ്പിറ്റൽ ഡിസ്ചാർജ് 1 week 2 weeks കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കൊളാപ്സ് ചെയ്യുകയാണ് ചെയ്തത്. പൾമണറി എംബോളിസം ആയിരുന്നു. അപ്പം നടന്ന് കാറിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അപ്പം എന്താണെന്ന് വെച്ചാൽ നടക്കാൻ തുടങ്ങി അത്രയും ദിവസം അധികം ഒന്നും അടങ്ങാതെ ഇരുന്നേച്ചിട്ട് നടന്നപ്പം ഇത് പമ്പ് ചെയ്ത് ഹാർട്ടിലേക്ക് ചെന്ന് പൾമണറി എംബോളിസം നിന്നും ഹോസ്പിറ്റലായിട്ട് പോലും പേഷ്യൻറ്റിനെ സേവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ലൈക്ക് ഈ പൾമണറി എംബോളിസത്തിൻ്റെ എന്ന് വരുമ്പോൾ നമ്മൾ കരുതും എന്തോ ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. അതേ സിംറ്റംസ് ആയിരിക്കും. പെട്ടെന്ന് നെഞ്ചിന് ബുദ്ധിമുട്ട് വരും, ശ്വാസം കിട്ടാതായി ആൾ കുഴഞ്ഞു വീഴുകയായിരിക്കും ചെയ്യുന്നത്. അതും ഈക്വലി ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ്. അതുകൊണ്ട് വെരിക്കോസ് വെയിൻ ഉള്ളവർ അത് വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരു ബ്ലഡ് റിഡൻ ആകുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് അത് ഡോക്ടറോട് പറയുകയും ചെയ്യാം. നെക്സ്റ്റ് ഇതിൻ്റെ സ്റ്റേജസ് ആണ്. നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് ഈ സ്പൈഡർ വെയിനൊക്കെ വരുന്നതിന് നമ്മൾ C1 എന്ന് പറയും. അത് സ്റ്റേജ് 1. നെക്സ്റ്റ് വെരിക്കോസ് വെയിൻ കാണാൻ തുടങ്ങുന്നതിന് ഒരു സ്റ്റേജ് 2 എന്ന് പറയും. പിന്നെ അതിൻ്റെ സ്കിന്നിന് കളർ വ്യത്യാസം വരുന്നുണ്ടോ, അല്ലെങ്കിൽ നീരുണ്ടോ, അല്ലെങ്കിൽ സ്കിന്നിൽ അൾസറുണ്ടോ, അല്ലെങ്കിൽ ബ്ലീഡിങ് വന്നിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ അൾസർ, ആക്റ്റീവായിട്ടുള്ള അൾസർ ഉള്ളപ്പോഴാണ് നമ്മൾ C6 എന്ന് പറയുന്നത്, അതാണ് ലേറ്റസ്റ്റ് സ്റ്റേജ്. പിന്നെ റെക്കറൻ്റ് ആയിട്ട് അൾസർ വരുന്നത് C6R ആണ്. അതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള സ്റ്റേജ്. തുടക്കം എന്ന് പറഞ്ഞാൽ സ്പൈഡർ വെയിന്. അപ്പം അതിൻ്റെ ഇടയിൽ പല 6 സ്റ്റേജസ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. കൂടി ഇപ്പം നമ്മൾ ഏറ്റവും തുടക്കത്തിൽ ഇത് ചെയ്താൽ അത് പ്രോഗ്രസ് ചെയ്യാതിരുത്താൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഡയഗ്നോസിസ് ആണ്. ഡയഗ്നോസിസ് നമുക്ക് വിഷ്വലായിട്ട് അവനോൻ തന്നെ നോക്കി എഴുതി ചെയ്യേണ്ടത്. സ്പൈഡർ വെയിൻ കാണുമ്പോൾ തന്നെ ഫെയർ സ്കിന്നായിട്ടുള്ളവർക്ക്, വെളുത്തിരിക്കുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ഡാർക്ക് സ്കിന്നാണെങ്കിൽ ചിലപ്പോൾ അത്ര അറിയാൻ പറ്റാതെ വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ഈ കാലിൻ്റെ പാദത്തിൻ്റെ അവിടുത്തെ രക്തക്കൊള്ളികളൊക്കെ നോക്കുക. അവിടെയൊക്കെ ഈ നീലച്ചു വരുന്നുണ്ടോ, നീല നിറത്തിലെ രക്തക്കൊള്ളികൾ തടിച്ചു വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്.
പിന്നെ മടങ്ങി ഫോൾഡഡ് വെയിൻ ഒക്കെ നമുക്ക് തന്നെ നോക്കുമ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ സ്ക്രോട്ടത്തിലെ ആണെങ്കിലും വെയിനസിലെ ആണെങ്കിൽ പൈൽസ് ആയിട്ട് നമുക്ക് വേദനയും അസ്വസ്ഥതകളും തന്നെ വരും. ഈ പൈൽസിന്റെ ആണെങ്കിൽ അതിനകത്ത് ബ്ലഡ് കട്ട പിടിക്കും, ബ്ലീഡിങ് രക്തക്കൊഴലുകളിൽ വീർത്തു വന്ന് പ്രഷർ കൂടുക മാത്രമാണെങ്കിൽ ബ്ലീഡിങ് ആയിട്ടായിരിക്കും വരുന്നത്, അവിടെ വേദന ഉണ്ടാവില്ല. പക്ഷെ അതേ സമയത്ത് അതിൽ ഈ എക്സ്റ്റേണൽ പൈൽ പുറമേക്ക് അതിലേക്ക് രക്തക്കൊഴൽ ബ്ലഡ് കട്ട പിടിക്കുകയാണെങ്കിലാണ്, ബ്ലഡ് കട്ട പിടിച്ചു കഴിയുമ്പോഴാണ് ഈ പുറമേലേക്കൊക്കെ എക്സ്റ്റേണൽ പൈൽസ് ഒക്കെ വീർത്തു വരികയും പൈൽസ് തള്ളി വരികയൊക്കെ ചെയ്യുന്ന, അതിനകത്ത് രക്തം കട്ട പിടിക്കുമ്പോഴാണ്. അപ്പോഴേക്കും നമുക്ക് പെയിനും ഇങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ട് വരും. മറ്റേതാണെങ്കിൽ ജസ്റ്റ് ബ്ലീഡിങ്, രണ്ട് രീതിയിലും വരാം. ജസ്റ്റ് ബ്ലീഡിങ് മാത്രമായിട്ടും വരാം, പിന്നെ പൈൽസ് വേദനയും സ്വെല്ലിങ്ങും ഒക്കെ ആയിട്ട് വരാം. പിന്നെ നമുക്ക് ഒരു ടെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാലിലെ ആണെങ്കിൽ ഡോപ്ലർ സ്റ്റഡിയാണ്. രക്തക്കുഴലുകളിലൊക്കെ എത്ര ഈ വാൽവിനൊക്കെ വന്നിരിക്കുന്ന ഡാമേജ് ഒക്കെ അൾട്രാസൗണ്ട് സ്കാനും അതും കൂടെ എൻ്റെ കൂടെ, അൾട്രാസൗണ്ട് സ്കാനിൻ്റെ തന്നെ വേറൊരു വേരിയേഷനാണ് ഡോപ്ലർ സ്റ്റഡി. അപ്പം അതിൽ വരുമ്പോൾ എത്ര ഡാമേജ് വന്നിട്ടുണ്ട്, പുറമേയുള്ള രക്തക്കൊഴലുകൾക്ക് മാത്രമേ ഉള്ളൂ, അകത്തലിന് എത്ര വന്നിട്ടുണ്ട്, പിന്നെ പുറത്തതും പുറമേ ഉള്ള രക്തക്കൊഴൽ നമ്മൾ കാണുന്നതും പിന്നെ അതിൻ്റെ ഉള്ളിലെ രക്തക്കൊഴലുകൾ ഡീപ്പ് വെയിൻസും തമ്മിലുള്ള കണക്റ്റീവ് കുഴലുകളുണ്ട്, അതിനെ നമ്മൾ പെർഫറേറ്റേഴ്സ് എന്ന് പറയും. അതിൻ്റെ വാൽവുകളുണ്ട്. അപ്പം അതിനൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോസ്പെക്റ്റ് വിലയിരുത്താനായിട്ട് അതൊക്കെയാണ് വേണ്ടി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് ഫസ്റ്റ്. ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ജനറലി കൺവെൻഷണൽ ട്രീറ്റ്മെൻ്റ് ആണ് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് പറയാം. പിന്നെ ചെയ്യുന്ന എല്ലാവരോടും കാല് എക്സസൈസ് ചെയ്യാൻ പറയുക, കാല് പൊക്കി വയ്ക്കാൻ പറയുക, കൂടുതൽ ബുദ്ധിമുട്ടുള്ള സമയത്ത് കാല് പൊക്കി വയ്ക്കുക. പിന്നെ കംപ്രഷൻ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഇത് വരുന്നത്. പിന്നെ മരുന്നുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലാവനോയിഡ്സ് എന്ന് പറഞ്ഞ ഒരു ഡയോസ്മിൻ ഹെസ്പെറിഡിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗുളികകളൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ ഈ പൈൽസിന് വേണ്ടിയിട്ടാണ് ഇത്തരം സാധനങ്ങളുള്ള ഓയിൻമെൻറ്റും കൊടുക്കാറുണ്ട്. അത് ശരിക്കും അതൊരു പ്ലാന്റ് ന്യൂട്രീഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്ലാന്റ് ഹോർമോൺസ് എന്നൊക്കെ ഗ്രൂപ്പിൽ വരുന്ന ഒരു ഇതാണ്. അത് നമ്മൾ ബേസിക്കലി അത് ഉണ്ടാക്കുന്നത് ഈ ഓറഞ്ചിൻ്റെ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, അതിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അതാണ് ഡയോസ്മിൻ ഹെസ്പെറിഡിൻ എന്നൊക്കെ പറയുന്നത്. ടാബ്ലറ്റ് ഫോമിലും പൈൽസിലാണെങ്കിൽ ലോക്കൽ ആപ്ലിക്കേഷനായിട്ടും കൊടുക്കാറുണ്ട്. വെരിക്കോസ് വെയിനിന് വേണ്ടിയിട്ട് ഗുളിക രൂപത്തിലും കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സർജറിയാണ്. വെരിക്കോസ് വെയിനിലേക്ക് വന്നു കഴിയുമ്പോൾ വെരിക്കോസ് വെയിനാണേലും വെരിക്കോസ് സെയിലിനാണേലും പൈൽസിലാണേലും ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് സർജറിയാണ്. അതിൽ വെരിക്കോസ് വെയിനിലാണെങ്കിൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വീനാസീൽ എന്നും പറഞ്ഞൊരു ബ്ലൂ തെറാപ്പിയാണ്. അതായത് സൈനോ അക്രിലേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം പ്രത്യേകിച്ച് നമ്മളുടെ ഈ മുകളിലത്തെ കാലിൻ്റെ തൈയുടെ മുകളിലുള്ള ഒരു മെയിൻ രക്തക്കുഴലുണ്ട്, അതിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് അതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക. അതാണല്ലോ ഈ തടിച്ച് കിടക്കുന്നത്. അപ്പോൾ ആ സഫീനസ് വെയിനിൽ അതിൻ്റെ സൂപ്പർഫിഷ്യൽ സഫീനസ് അതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആ ബ്ലഡ് വെസൽസ് അങ്ങ് ബ്ലോക്ക് ആകുന്നതുകൊണ്ട് അത് തന്നെ ചുരുങ്ങി പൊക്കോളും എന്നുള്ളതാണ്. ആദ്യകാലത്തൊക്കെ നമ്മൾ ഏറ്റവും ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ട്രിപ്പിംഗ് ആണ്. അതായത് പുറമേ രക്തക്കൊഴലുകളെ അങ്ങ് എടുത്തു കളയും, രക്തക്കൊഴലിനെ തന്നെ എടുത്തു കളയും, പിന്നെ നമുക്കൊന്നും കാണാനുണ്ടാവില്ല. അതിനൊരു കോസ്മെറ്റിക് ഇഫക്റ്റ് മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ ഗർഭാശയത്തിലുള്ള കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈ രക്തക്കൊഴലുകളെല്ലാം ഫോം ചെയ്തു വരുന്നതാണ്. ഇതെല്ലാം കാലയിൽ നിന്നുള്ള സ്കിന്നിൽ നിന്നുള്ള ഒക്കെയുള്ള ബ്ലഡ് എല്ലാം ഡ്രെയിൻ ചെയ്യേണ്ടത് ഇതിലെയാണ്. ഉള്ളിൽ കൂടെ ഉണ്ട് ഡീപ്പ് വെയിൻസ് ഉണ്ട്, അത് മസിലിൽ നിന്നൊക്കെ ഉള്ളത് ഡീപ്പ് വെയിൻ വഴിയാണ്. ഈ സ്കിന്ന് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ എന്നുള്ള എല്ലാം ഡ്രെയിനേജ് വരേണ്ടത് ഈ സൂപ്പർഫിഷ്യൽ വെയിൻ വഴിയാണ്. അതിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് എടുത്തു കളയുകയാണ്. പണ്ടാണ് സഫീനസ് വെയിനിനെ തന്നെ എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ സഫീനസ് വെയിനിന് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വീനാസീൽ വെച്ച് അവിടെ അങ്ങ് സീൽ ഓഫ് ചെയ്യുകയാണ്. അപ്പൊ പിന്നെ അതിനകത്തോട്ട് ബ്ലഡ് ഫ്ലോ ഇല്ലാതെ വരുമ്പോൾ നാച്ചുറലി അത് പതുക്കെ ചുരുങ്ങി പോകണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, അത് ഒഴിവാക്കാം. പക്ഷെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഒക്കെ വന്ന് നമ്മളുടെ ഏതെങ്കിലും ഒരു
രക്തക്കൊഴലിനൊക്കെ ഒരു മാറ്റി പുതിയത് വെക്കുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെയർ ചെയ്യാൻ ഏറ്റവും പറ്റുന്നത് ഈ സഫീനസ് വെയിനെയാണ്. അപ്പം നമ്മൾ ഇതിനെ എടുത്തു കളയാൻ സീലി മറ്റേ വിനാസീലും അല്ലെങ്കിൽ സ്ലീറോതെറാപ്പിയും ലേസറും ഒക്കെ ചെയ്ത് കളയുമ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നൊരു കുഴലിനെ ആവശ്യം നമുക്ക് എവിടെയെങ്കിലും വന്നു, അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ ഒരു സ്പെയറും കൂടി ഇല്ലെന്നാകുകയാണെന്നുള്ളതാണ് കൂടെ നമ്മൾ ഓർക്കണം ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ. പിന്നെ മറ്റ് ഇതിന് വേണ്ടിയിട്ട് വെരിക്കോസ് വെയിനിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കെമിക്കൽ ഇഞ്ചെക്ട് ചെയ്ത് സ്ലീറോതെറാപ്പി എന്ന് പറയും. പിന്നെ ലേസർ ഉപയോഗിക്കുക, റേഡിയോ ഫ്രീക്വൻസി വേവ്സ് വെച്ചിട്ട്, അൾട്രാസൗണ്ട് വേവ് വെച്ച്, ഈവൻ സ്റ്റീം വെച്ചിട്ട് ഇതൊക്കെ അതിനെ ചുരുക്കി കളയുകയാണ്. അപ്പം ബേസിക്കലി നമ്മൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ രക്തക്കൊഴലിന് ഇല്ലെന്ന് തന്നെ ആക്കി കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഡ്രൈനേജ് ഒക്കെ ആവശ്യമുള്ളതാണ്, പക്ഷെ ഇല്ലെന്നാക്കി കളയാണ്. ഫൈനലി അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് ശരിക്കും ഒരു കോസ്മെറ്റിക് ബെനിഫിറ്റ് മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഫങ്ഷണലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് വരുത്തുന്നത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഓപ്പറേഷൻസ് ഒക്കെ എല്ലാവർക്കും തന്നെ ഇൻഷുറൻസ് ഉണ്ടാവും, ഫ്രീ ആണ്. അപ്പം ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു എഫേർട്ടൊക്കെ എടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് എന്നാൽ വെരിക്കോസ് വെയിനുണ്ട്, ഫ്രീ ആയിട്ട് ഓപ്പറേഷൻ ചെയ്ത് കിട്ടും, ഇൻഷുറൻസ് കവറേജ് കിട്ടും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ഓവറായിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു. അപ്പം നമുക്കറിയാം, ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളവർക്കറിയാം, ചിലപ്പം 2-3 വർഷം അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ അവരുടെ ഓരോരുത്തരുടെയും ഡിസീസ് പ്രോഗ്രഷൻ അനുസരിച്ച് അത് കഴിഞ്ഞ് ഇത് വീണ്ടും വരും എന്നുള്ളതാണ്. ഓപ്പറേഷൻ ചെയ്ത് ഇത് ഏതൊക്കെ ചെയ്താലും അന്നേരത്തേക്ക് കുറച്ച് ഇത് വരും, അത് കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ കൂടുതൽ പ്രോബ്ലംസിലേക്കായിരിക്കും പോകുന്നത്. അപ്പം ആയിരിക്കും ചിലപ്പം ചെറിയ ഇത് തന്നെ വന്നിട്ട് പൊട്ടി ബ്ലീഡിങ് വരാം, അല്ലെ അൾസർ ആകാം, നോൺ ഹീലിംഗ് അൾസറായി മാറുന്നത്. കൂടുതലും നമ്മൾ കാണുന്നത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞവർക്കാണ് കൂടുതൽ ഡിഫിക്കൽട്ടീസ് വരുന്നതും. പക്ഷെ ഫ്യൂ ഇയേഴ്സ് കുഴപ്പമുണ്ടാവില്ല, അത് കഴിയുമ്പോഴേക്കും ഇത് കൂടുതൽ വരാൻ തുടങ്ങും. വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തന്നെ ട്രീറ്റ് ചെയ്യാനും കൂടുതൽ ബുദ്ധിമുട്ട് അതിലാണ്. അതുകൊണ്ട് നമ്മൾ വെരിക്കോസ് വെയിൻസിന് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് കൂടുതൽ ആലോചിച്ചിട്ട്, ഏത് ഓപ്പറേഷൻ ആണെങ്കിലും, ഈവൻ സിമ്പിൾ മിനിമലി ഇൻവേസീവ് ആണ്, ലേസറും ഇതൊക്കെ മിനിമലി ഇൻവേസീവ് ആവും. എത്ര മിനിമലി ഇൻവേസീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബ്ലഡ് വെസൽസിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഓർക്കണം. ഇത് തന്നെയാണ് നമ്മളുടെ വെരിക്കോസീലിന് വേണ്ടിയിട്ട്. വെരിക്കോസീലിന് വേണ്ടിയിട്ട് ഈ ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസ്, മെയിൽ ഇൻഫെർട്ടിലിറ്റി കൗണ്ട് കുറഞ്ഞവരൊക്കെയാണ് ചെയ്യുന്നത്. പലപ്പോഴും പല സ്റ്റഡീസും കാണിച്ചിട്ടുള്ളത് ഈ വെരിക്കോസ് വെയിൻ സർജറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കൗണ്ട് ഇമ്പ്രൂവ് ചെയ്യുകയല്ല, പലരിലും കുറയുവാണ്. വെരി ഫ്യൂ പെർസെൻറ്റേജിൽ മാത്രമേ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരാറുള്ളൂ. വന്നാൽ തന്നെ അതൊരു ഫ്യൂ മന്ത്സിലേക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇമ്മീഡിയറ്റ് പ്രഗ്നൻസി എല്ലാം കിട്ടിക്കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ കൂടുതൽ ഡിറ്ററിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി. വെരിക്കോസ് വെയിൻസ് നമ്മളിത് ബ്ലോക്ക് ചെയ്യുകയാണല്ലോ. അപ്പം ഈ സ്ക്രോട്ടത്തിൽ നിന്ന്, അതായത് ടെസ്റ്റിസിൽ നിന്നുള്ള രക്തത്തിന് പോകാനൊരു വഴി ഉണ്ടാവണ്ടേ. അപ്പം ആ വഴിയാണ് നമ്മൾ അടച്ചു കളയുന്നത്. അതുപോലെ തന്നെ പൈൽസിൻ്റെ കാര്യത്തിലാണേലും ഇപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒരു ബ്ലീഡിങ് ഒക്കെ വരുമ്പോൾ നമുക്കറിയാം, ബ്ലീഡിങ് യൂഷ്വലി അങ്ങനെ നിൽക്കാറില്ല, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കുറയുന്നുണ്ട്, തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ തള്ളിയൊക്കെ വരുമ്പോഴും അത് തന്നെ കുറയുന്നുണ്ട്. നമ്മൾ ഈ തെറ്റായ ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും വരുന്നത്. അപ്പോൾ ഇത് ഏതിനാണ് നമുക്ക് പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് മാറാവുന്നതേ ഉള്ളൂ. അത് പിന്നെ എപ്പോഴേലും തെറ്റി ഒരു ഫുഡ് കഴിച്ചാൽ അപ്പം നമുക്ക് അതിന് മാനേജ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് നേരത്തെ എങ്ങനെ വേണമെന്നുള്ളത് കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളതുമാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. ഷോക്ക് പെട്ടെന്ന് വരികയാണെങ്കിൽ അപ്പോഴത്തേക്കുള്ള ഒരു റിലീഫിന് വേണ്ടിയിട്ട് എടുക്കാം. അതിൽ യൂഷ്വലി വേറൊന്നുമല്ല, സ്റ്റിറോയിഡ്സ് തന്നെയാണ്, സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റ്സ് ഒക്കെ തന്നെയാണ് അതിലേറ്റവും ഇഫക്റ്റീവായിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ ഈ ഡയാസ്മിനും സ്റ്റിറോയിഡ്സും ഒക്കെ കൂടെയുള്ള ഓയിൻമെൻറ്റ് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്. പക്ഷേ ഏറ്റവും പ്രധാനം അത്തരം ഫുഡുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളതാണ്. ബേസിക്കലി ഒത്തിരി പേർക്കുണ്ട് ഈ ഐദർ പൈൽസ് അല്ലെങ്കിൽ വെരിക്കോസ് വെയിന് ഓർ വെരിക്കോസിലൊക്കെ ഉണ്ട്. നമ്മൾ ഓപ്പറേഷൻ പാടില്ല എന്നും പറയുന്നു. ഓപ്പറേഷൻ കൊണ്ട് കാര്യമില്ല, പലപ്പോഴും അത് വീണ്ടും വരും. അപ്പോഴേക്കും അന്നേരത്തേക്കൊരു ആശ്വാസം കിട്ടും, പക്ഷെ വീണ്ടും വരും. അതാണ് ഇതിൻ്റെയൊക്കെ ഏതിലാണേലും ഈ 3 മേജറായിട്ടുള്ള കാര്യങ്ങളിലും നമ്മൾ കാണുന്നതാണ്. ഓപ്പറേറ്റ് ചെയ്താൽ അപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞെങ്കിൽ വീണ്ടും വരും. അപ്പൊ എന്താണ് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് നോക്കിയാൽ, ബേസിക്കലി ഇതൊക്കെ ഒരു ജീവിതശൈലി രോഗത്തിലാണ് വരുന്നത്. അപ്പൊ ജീവിതശൈലി രോഗമാകുമ്പം നമ്മൾ അതായത് അതിന് പ്രോബ്ലം വന്നിരിക്കുന്നത് ഇതിന്റെ ഓപ്പറേഷന്റെ കുറവ് കൊണ്ടല്ലല്ലോ നമുക്ക് ഈ രോഗം വന്നിരുന്നത്. അപ്പൊ അത് നമ്മളുടെ ഭക്ഷണത്തിന്റെയും
നമ്മുടെ അല്ലെങ്കിൽ ഓവർ വെയിറ്റ്, നമ്മുടെ തെറ്റായിട്ടുള്ള ബ്രീത്തിങ് മെത്തേഡ്സ്, ഇതെല്ലാം കൂടി ഒരു കമ്പൈൻഡ് എഫേർട്ടായിട്ടായിരിക്കും ഇതെല്ലാം വരുന്നത്. അപ്പം അതിൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് തുടക്കത്തിലാണ് മിക്കവാറും സ്വയം തന്നെ ചെയ്യാവുന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ വെരിക്കോസ് വെയിൻസ് കാണുന്നുണ്ട്, സ്പൈഡർ വെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും നമ്മുടെ മിക്കവാറും അങ്ങനെയുള്ളവർ നമ്മൾ പൈൽസും കൂടെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ പൈൽസ് വരുത്തുന്ന സാധനം എന്തായാലും ഒഴിവാക്കാൻ നോക്കണം. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കൂടെ പൈൽസും കൂടെ ഉള്ളവർക്കാണെങ്കിൽ മോർ ഈസിയർ ആയിരിക്കും മാനേജ് ചെയ്യാനായിട്ട്. പൈൽസിന് മാത്രമാണ് ഇതിന് സിംറ്റംസ് ആയിട്ട് തുടക്കത്തിൽ കാണാനുള്ളത്. പിന്നെ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്യാം. നമ്മൾ സിമ്പിൾ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എടുക്കുക, സിമ്പിൾ എക്സസൈസ് ചെയ്യുക, നമ്മളുടെ ബോഡി കോമ്പോസിഷനും ബോഡി വെയിറ്റും നോർമലാക്കുക, കൊടവയറില്ല എന്ന് ഉറപ്പുവരുത്തുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ മൾട്ടിപ്പിൾ രോഗങ്ങളും ഉണ്ട്, പലതരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓൾറെഡി ഓപ്പറേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, അൾസറൊക്കെ നിലയെത്തി, സ്റ്റേജ് 5-6 എത്തി, ആ ലെവലിലുള്ളത് സ്വയം മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്കാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വേണ്ടി വരും. അപ്പം നമുക്ക് തന്നെ മരുന്നുകൾ പലതും, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഈവൻ അതിൻ്റെ കൂടെ ആർത്രൈറ്റിസും എല്ലാം കൂടെ ഉണ്ടാകും. ആർത്രൈറ്റിസും ഒക്കെ കൂടെ വരുമ്പം എക്സസൈസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മറ്റു രോഗങ്ങൾക്കായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി മിക്കവാറും ഈ ഫുഡ് കൺട്രോളും പറ്റിയില്ല. പിന്നെ കാലയിൽ വേദനയും അൾസറും ഒക്കെ ആണെങ്കിൽ എന്ത് എക്സസൈസ് ചെയ്യാനാണെന്നുള്ളൊരു ചോദ്യം വരും. അങ്ങനെ വരുമ്പോൾ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള എക്സസൈസും സ്പെഷ്യൽ ഫുഡും വെച്ച് നമ്മൾ ആ ഒരു സപ്പോർട്ടോട് കൂടി തന്നെ നോക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ, 1, വെയിനുകളുടെ ഭിത്തിക്കുണ്ടാകുന്ന ക്ഷതം പലതരം രോഗങ്ങൾക്ക് കാരണമാകാം. രക്തയോട്ടത്തിന്റെ വേഗത കുറയാനും രക്തം കെട്ടിനിന്ന് രക്തക്കെട്ടുകൾ ഉണ്ടായി ത്രോംബോ എംബോളിസത്തിനും വീനസ് പ്രഷർ കൂടി രക്തക്കുഴലുകൾ മടങ്ങി വീർക്കാനും നീര് കെട്ടാനും പ്രഷർ കൂടി രക്തക്കുഴൽ പൊട്ടുന്നത് മൂലമുള്ള രക്തസ്രാവത്തിനും ഒക്കെ കാരണമാകാം. 2, ഏത് അവയവത്തിലെ രക്തക്കുഴലിനെ ആണോ രോഗം ബാധിക്കുന്നത് എന്നതനുസരിച്ച് രോഗത്തിന്റെ പേരിൽ വ്യത്യാസം വരുന്നു. കാലുകളിലെ രക്തക്കുഴലുകൾക്കാണ് ക്ഷതം ഉണ്ടാകുന്നത് എങ്കിൽ അതിന് വെരിക്കോസ് വെയിൻ എന്ന് പറയും. മലദ്വാരത്തിലെ രക്തക്കുഴലുകൾക്കാണ് രോഗം ഉണ്ടാകുന്നത് എങ്കിൽ പൈൽസും, വൃഷ്ണസഞ്ചിയിലാണെങ്കിൽ വെരിക്കോസീലും, അന്നനാളത്തിലാണ് എങ്കിൽ ഈസോഫേഗൽ വെരിസിസും. 3, വിവിധ ശരീരഭാഗങ്ങളിലെ വെയിനുകൾക്കുണ്ടാകുന്ന നാശവും ആ അവയവവുമായി ബന്ധപ്പെട്ട രോഗങ്ങളും തമ്മിലുള്ള ബന്ധവും സംബന്ധിച്ച് പഠനങ്ങൾ പ്രാരംഭഘട്ടത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. കണ്ണിനുള്ളിലെ പ്രഷർ കൂടുക, വെയിനിൽ രക്തക്കട്ട ഉണ്ടാകുക, ബ്ലീഡിംഗ് തുടങ്ങി കാഴ്ചക്കുറവിന് കാരണമാകാവുന്ന പല രോഗങ്ങൾക്കും വെയിൻ ഡാമേജും വീനസ് പ്രഷർ കൂടുന്നതുമായി ബന്ധമുണ്ടാകാം എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. 4, ആർട്ടറി അതായത് ശുദ്ധരക്തം ഒഴുകുന്ന രക്തക്കുഴലുകളിൽ തടസ്സമുണ്ടായാൽ സ്റ്റെന്റ് ഇട്ടോ ബൈപ്പാസ് ഓപ്പറേഷനിലൂടെയോ രക്തയോട്ടം വർദ്ധിപ്പിക്കാനാണ് ചികിത്സയിലൂടെ ഭാഗമായി ശ്രമിക്കുന്നത്. പക്ഷെ അശുദ്ധരക്തം ഒഴുകുന്ന വെയിനുകൾക്ക് രോഗം വന്നാൽ കേടായ വെയിനുകളിലെ ഓപ്പറേഷനുകളിലൂടെ എടുത്തു കളയാനും ലേസറോ കെമിക്കലുകളോ ഉപയോഗിച്ച് നശിപ്പിക്കുകയോ അടയ്ക്കുകയോ ചെയ്യുക എന്നതാണ് സാധാരണ ചികിത്സയുടെ ഭാഗമായി ചെയ്യുന്നത്. 5, ഓക്സിജനും പോഷകങ്ങളും അവയവങ്ങൾക്ക് നൽകിയ ശേഷം വിസർജ്യ വസ്തുക്കൾ ശേഖരിച്ച് രക്തത്തിൽ എത്തിക്കാൻ സഹായിക്കുന്ന വെയിനുകളും വളരെ പ്രധാനപ്പെട്ട ജോലി തന്നെയാണ് ചെയ്യുന്നത്. അതിനാൽ വെയിനുകളെ ഓപ്പറേഷനിലൂടെ എടുത്ത് കളയുകയോ ഗ്ലൂ തെറാപ്പി, സ്ക്ലീറോതെറാപ്പി, ലേസർ തെറാപ്പി തുടങ്ങിയ ചികിത്സാ മാർഗങ്ങളിലൂടെ ചുരുക്കാനും രക്തയോട്ടം തടസ്സപ്പെടുത്താനും ശ്രമിക്കുന്നത് ഭാവിയിൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. 6, പോഷകങ്ങളുടെ കുറവ്, ശരീരത്തിന് ചേരാത്ത ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നതും വയറിനുള്ളിൽ കൊഴുപ്പടിഞ്ഞ് രക്തയോട്ടം തടസ്സപ്പെട്ട് വീനസ് പ്രഷർ കൂടുന്നത് മൂലം വെയിനുകളിലെ വാൽവുകൾക്കുണ്ടാകുന്ന ക്ഷതവുമായി ഈ രോഗങ്ങൾക്ക് ബന്ധമുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. 7, വെരിക്കോസ് വെയിൻ, പൈൽസ്, വെരിക്കോസീൽ തുടങ്ങിയ വെയിനുമായി ബന്ധപ്പെട്ട രോഗങ്ങളെല്ലാം ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. തുടക്കത്തിലെ രോഗം കണ്ടെത്തി രോഗകാരണമായ ശരീരത്തിന് ചേരാത്ത ഭക്ഷ്യവസ്തുക്കളും വിഷാംശവും ഉള്ളിലെത്തുന്നത് തടയാനും പോഷകങ്ങൾ ഉത്തമമായ അനുപാതത്തിൽ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും അമിതവണ്ണം കുറയ്ക്കാനും ശ്രമിക്കുകയാണ് വേണ്ടത്. അതിന് കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങൾ പ്രോഗ്രസ് ചെയ്യാതെ നോക്കാനും
ഒരു പരിധിവരെ കേടായ രക്തക്കുഴലുകളെ റിപ്പയർ ചെയ്യാനും രക്തയോട്ടം നിലനിർത്താനും കഴിയുന്നതേ ഉള്ളൂ. 8. രക്തത്തിന്റെ പ്രവാഹം ആർട്ടറികളിലൂടെ മാത്രമല്ല വെയിനുകളിലൂടെയും തടസ്സമില്ലാതെ നടന്നാൽ മാത്രമേ ശരീരകോശങ്ങൾക്ക് ഉത്തമമായി പ്രവർത്തിക്കാനാവൂ. രക്തസ്രാവം ഉണ്ടായാൽ അത് നിർത്താനായി രക്തക്കുഴലുകളെ കെട്ടുകയോ കോട്ടറൈസ് ചെയ്ത് അടയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരാം. 9. വെയിൻ പൊട്ടി ഭാവിയിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് ഒഴിവാക്കാനായും വീർത്ത വെയിനുകൾ ഉണ്ടാക്കുന്ന അഭംഗി ഒഴിവാക്കാനായും രോഗാവസ്ഥ മറച്ചുവെക്കാനായും ഒക്കെ വെയിനുകളെ രക്തക്കുഴലുകളെ നശിപ്പിക്കുന്ന ഓപ്പറേഷനുകൾക്ക് വിധേയരാകുന്നതിന് മുൻപ് ഗുണദോഷങ്ങൾ മനസ്സിലാക്കി തീരുമാനമെടുക്കാൻ ശ്രമിക്കുക. 10. ഓർമ്മിക്കുക, രക്തക്കുഴലുകളെ വെയിനെയും ആർട്ടറിയെയും ബാധിക്കുന്ന രോഗങ്ങൾക്കെല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങളെ മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് മാറ്റാനാവില്ല, പക്ഷെ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പരിഹരിക്കാനാകുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിന്റെയോ ഓപ്പറേഷന്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കൂ. ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിന്റെ അടിസ്ഥാന കാരണം എന്ത്, ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും. ഓപ്പറേഷനായി പണം ചെലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാകും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുൻപായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷന് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുമ്പ് ഒപ്പുവെക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയുടെയും ശസ്ത്രക്രിയ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തുകയും അമിതവണ്ണം ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത്, ആരോഗ്യകാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിന്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി
എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, കിഡ്നി, ലിവർ തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാനുതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്നുറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് എന്താണ് ഈ വെരിക്കോസ് വെയിൻ പോലെയുള്ള പ്രശ്നങ്ങളുള്ളവരുടെ ബെനിഫിറ്റ്സ്, എന്ത് ഗുണമാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു 69 വയസ്സുള്ള മെയിലാണ്, 172 സെന്റിമീറ്റർ ഹൈറ്റ്, 106 കിലോ ആണ് വെയിറ്റ്. അദ്ദേഹത്തിന് തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്, 30 കൊല്ലമായിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ട്, ഫാറ്റി ലിവർ ഗ്രേഡ് 3 ഉണ്ട്, ഫാറ്റി ലിവറും ഫൈബ്രോസിസും ഗ്രേഡ് 3 ഉണ്ട്, തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നുണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഡയബറ്റിസ് ഉണ്ട്. ഇതിനെല്ലാം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം 2000-ൽ, അതായത് 24 ഇയേഴ്സ് ബാക്ക് വെയിൻ സ്ട്രിപ്പിംഗ് ചെയ്തതാണ്. അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് 2021 ലേസർ സർജറിയും ചെയ്തു. ഇപ്പം ഭയങ്കര നീരും വേദനയും അൾസറുമാണ്, ഓൺ ഹീലിംഗ് അൾസറാണ്. വേദന കാരണം ഈവൻ കിടന്നുറങ്ങാൻ പോലും മേലാത്ത ഒരു സ്റ്റേജിലാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ മരുന്നുകളുടെ ഡീറ്റെയിലിലേക്കും ഡയബറ്റീസിൻ്റെയും പ്രഷറിൻ്റെ ഒന്നും മരുന്നിൻ്റെ ഡീറ്റെയിലിലേക്ക് പോകുന്നില്ല. ബേസിക്കലി ലാസ്റ്റ് ഡ്രസ്സിങ് ചെയ്ത് അൾസർ ഇങ്ങനെ കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് ഡ്രസ്സിങ് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ ഡയബറ്റീസിനും പ്രഷറിനും എല്ലാം മരുന്നെടുക്കുന്നുണ്ട്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ടെസ്റ്റുകളിലാണെങ്കിൽ ഇദ്ദേഹത്തിന് പല വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ട്, യൂറിൻ കിഡ്നി അഫക്റ്റഡ് ആണ്, മൈക്രോ ആൽബുമിൻ പോകുന്നുണ്ട്, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുതലാണ്, HSCRP CRP ഇങ്ങനത്തെ ഈവൻ പ്ലേറ്റ്ലെറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അബ്നോർമൽ ആയിട്ടുണ്ട്. ഈവൻ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ലോ, അങ്ങനെ പലതാണ്. പിന്നെ പലതരം ഫുഡിനോടും അലർജി കാണിക്കുന്നുണ്ട്, റൈസിനോട് അലർജി, ബ്രിഞ്ചാള്, കുക്കുംബർ, പപ്പായ, പല ഫുഡും ഇൻടോളറൻ്റ് ആണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, കാരണം അത് കുറേ ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം പല ഫുഡും ഇദ്ദേഹത്തിന് പറ്റുന്നില്ല. പിന്നെ ഒബേസിറ്റിയും ഇതുണ്ട്. അപ്പം ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഡയബറ്റിക് ആണ്, അദ്ദേഹത്തിന് ഇൻസുലിൻ ലെവലൊക്കെ കൂടുതലേ ഉള്ളൂ, ഇൻസുലിൻ 26 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടൈപ്പ് 2 ഡയബറ്റീസ്. അപ്പം ഡയബറ്റീസിൻ്റെ മരുന്നുകളെല്ലാം നിർത്തി. ഈവൻ BP കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന്, BP മരുന്ന് ഉണ്ടായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ BP 140, 100, 150, 100 ഒക്കെ ആയിരുന്നു. പക്ഷെ വിത്തൗട്ട് മെഡിസിൻ തന്നെ വിതിൻ 1 വീക്ക് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ BP മരുന്ന് നിർത്താൻ പറ്റിയെന്നുള്ള, ഡയബറ്റീസിൻ്റെ തുടങ്ങുമ്പോൾ തന്നെ നിർത്തും. പിന്നെ ഇതിലാണെങ്കിൽ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഡ്രസ്സിങ് ആണെങ്കിൽ പോലും സ്പെഷ്യൽ ന്യൂട്രീഷണൽ ഓയിൽ വെച്ചാണ് നമ്മൾ ഡ്രസ്സിങ് കൊടുക്കുക.
അപ്പോൾ അതുപോലെ ക്ലീൻ ചെയ്യാനായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഉപ്പുവെള്ളം വെച്ച് ക്ലീൻ ചെയ്ത് ഈ സ്പെഷ്യൽ ന്യൂട്രീഷൻ ആൻഡ് ഓയിൽ വെച്ച് ബാൻഡേജ് പോലെ കൊടുക്കുക എന്നുള്ള. വൺസ് ആ അൾസർ പോസിബിലിറ്റി ആ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. അപ്പം അതാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇദ്ദേഹത്തിന് എന്ത് ബെനിഫിറ്റാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അദ്ദേഹം 106 കിലോ ഉണ്ടായിരുന്ന ആൾ 8ാമത്തെ ദിവസം വന്നപ്പോൾ തന്നെ 102 കിലോയിലേക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റി. അപ്പോൾ അദ്ദേഹത്തിന് പെയിനും നീർക്കെട്ടും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി. അൾസർ കംപ്ലീറ്റ് ഹീൽ ചെയ്തിട്ടില്ല, അതിന് ടൈം എടുക്കും. ബേസിക്കലി നമ്മൾ കംപ്ലീറ്റ് ഹീൽ ചെയ്ത് വരാൻ ടൈം എടുക്കും. ഈവൻ ഡയബറ്റീസിൻ്റെ HbA1c 6.8 ഉണ്ടായിരുന്നത് അത് 6.4 കുറഞ്ഞു എന്നുള്ളതാണ്. അതൊരു 15th ഡേ ആയപ്പോഴേക്കും HbA1c 5.8 എത്തി. ആൻഡ് 30th ഡേ ആയപ്പോഴേക്കും HbA1c 5.5 വന്നു. അതാണ് ആ ഡിഫറൻസ്. ഡയബറ്റീസ് മാറി 2 weeks ആയപ്പോഴേക്കും ഡയബറ്റീസിൻ്റെ ഹൈപ്പർടെൻഷൻ്റെ എല്ലാ മരുന്നുകളും മാറി. ഈവൻ ഡ്രസ്സിങ് ചെയ്യേണ്ട ഒരു നില, കെട്ടിവെക്കേണ്ട ഒരു നിലയിൽ നിന്ന് പോലും മാറാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ 2 ആഴ്ച ആയപ്പോഴേക്കും അദ്ദേഹം 99 കിലോയിലേക്ക് കുറയുകയും ചെയ്തു. ഓൾമോസ്റ്റ് 7 കിലോ ആണ് കുറയ്ക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ വീനസ് പ്രഷറും കൂടെ കുറയുകയാണ്. പിന്നെ 90 days ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ഹീൽഡായി. അദ്ദേഹത്തിൻ്റെ ജോലികൾ, പ്രായം ഉണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും പലതരം വർക്കും ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ജോലികളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. വെയിറ്റ് 86 കുറയ്ക്കാൻ പറ്റും. ഓൾമോസ്റ്റ് 20 kg വിതിൻ 3 months കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ബാക്കിയുള്ള പാരാമീറ്റേഴ്സുകളും എല്ലാം കറക്റ്റ് ആകുകയാണ്. പിന്നെ വെരിക്കോസ് വെയിനും അൾസറും മാത്രമല്ല മാറിയത്, മറ്റുള്ള ഡയബറ്റീസും പ്രഷറും ഒക്കെ അതിൻ്റെ മരുന്നുകളും കൂടെ നിർത്താൻ പറ്റി എന്നുള്ളതാണ്. തൈറോയിഡിൻ്റെ മാത്രം ആക്ച്വലി കംപ്ലീറ്റ് നിർത്താൻ പറ്റിയിട്ടില്ല. 100 എന്നുള്ളത് 50 കുറയ്ക്കാൻ പറ്റി. അത് ബാക്കിയും കൂടെ, അതായത് ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണല്ലോ, അതിൻ്റെ TPO ഒക്കെ ഒത്തിരി കൂടുതലായിരുന്നു, 1300 ആയിരുന്നു. അപ്പോൾ അത് ഒരു വെയിറ്റ് ഒരു 70 കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി തൈറോയിഡിനെ മാറ്റാൻ പറ്റുന്നതാണ്. ഇനിയുണ്ട്, ഒത്തിരി കുറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് അനുസരിച്ച് എന്തായാലും 70 കിലോയിൽ താഴേക്ക് കൊണ്ടുവരണം. അപ്പോഴേക്കും മിക്കവാറും തൈറോയിഡിൻ്റെയും കൂടെ മാറും. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഈ സ്കിൻ ഡിസീസും വെരിക്കോസ് വെയിനും അതുപോലെ തന്നെ തൈറോയിഡും എല്ലാം ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിലാണ് വരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് ഒരു ലേഡിയാണ്, 54 വയസ്സ്, 162 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 82 കിലോ തൂക്കം, BP 180/120. BP വെരി ഹൈ BP ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒബേസിറ്റി ഉണ്ട്, വെരിക്കോസ് വെയിൻ ഉണ്ട്, തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട്, പിന്നെ അംബലിക്കൽ ഹെർണിയയും ഉണ്ട്. അതിനവരോട് ഓപ്പറേഷൻ ചെയ്യണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് സിറ്റുവേഷൻ. അപ്പം വെരിക്കോസ് വെയിൻ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ സ്ലീറോതെറാപ്പി അങ്ങനെ പലതരം ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതാണ്. ഇപ്പം സിവിയർ പെയിനും ലെഫ്റ്റ് ലെഗിൽ സിവിയർ ലീഷൻസുമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 24 years ആയി ഈ വെരിക്കോസ് വെയിൻ പ്രോബ്ലം തുടങ്ങിയിട്ട്. ഹൈപ്പർ ടെൻഷനും എല്ലാമാണ് പ്രശ്നങ്ങൾ. ബേസിക്കലി ഇപ്പോൾ ഇവരുടേതാണെങ്കിലും നമ്മൾ ഇത്തരം പേഷ്യൻസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബ്ലഡ് ടെസ്റ്റ് നോക്കും. പിന്നെ ഫുഡ് ഇൻടോളറൻസ്, ഫുഡിൻ്റെ അലർജികൾ, അവർക്ക് ഏതാണ് ഏറ്റവും പറ്റുന്ന ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നോക്കിയാണ്. ഇവർക്ക് ഡയബറ്റിക് ഒന്നുമല്ല, ഹൈപ്പർ ടെൻഷനാണ് വേറൊരു മേജർ പ്രോബ്ലം. അതിന് വേണ്ടിയിട്ട് 2-3 മെഡിസിൻസ്, അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇവരുടേതാണെങ്കിലും നമ്മൾ ഹൈപ്പർ ടെൻസീവ് പേഷ്യൻസിന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഡയബറ്റീസ് ആണ് മരുന്ന് ആദ്യം നിർത്തും. ഹൈപ്പർ ടെൻഷൻ്റെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഡെയിലി BP മോണിറ്റർ ചെയ്തുകൊണ്ട് BP കുറഞ്ഞു വരുന്നതനുസരിച്ച് ഓരോ മരുന്നുകൾ കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. അപ്പം ഇവരുടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി നമ്മൾ അവരുടെ ആ വെയിറ്റ് റിഡക്ഷൻ നോക്കിയാൽ മതി. 82 kg ആക്ച്വലി 8th day വന്നപ്പോഴേക്കും തന്നെ അവർക്ക് 79 kg കുറയ്ക്കാൻ പറ്റി. നെക്സ്റ്റ് വരുമ്പോഴേക്കും 15th day ആയപ്പോഴേക്കും 77 എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്. ആ വെയിറ്റ് റിഡക്ഷനും കൂടെ അതിൻ്റെ കൂടെ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. ഇപ്പം ഇവർക്കാണെങ്കിലും അൾസർ ഉണ്ടല്ലോ, അപ്പം നമ്മൾ സലൈൻ വെച്ച് ഉപ്പുവെള്ളം വെച്ച് ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ ന്യൂട്രീഷൻ ഓയിൽ വെച്ച് ഡ്രസ് ചെയ്യുക മാത്രമാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അതിനകത്ത് കെമിക്കൽസും ആൻറ്റിബയോട്ടിക്സും ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ സിവിയർലി ഇൻഫെക്റ്റഡ് ആണെന്ന് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ ഒരു കോഴ്സ് ഓറൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാറുണ്ട്.
അല്ലാതെ ഇവർക്ക് പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല. അവർ ഓൾറെഡി കുറേ ആൻറ്റിബയോട്ടിക് കോഴ്സ് ഒക്കെ എടുത്ത്, ഈ അൾസറൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് യൂഷ്വലി ഓൾറെഡി കുറേ ആൻറ്റിബയോട്ടിക് കോഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് പിന്നെ ഒരു കോഴ്സ് കൂടെ കൊടുക്കാറില്ല. കൊടുക്കാതെ തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ആക്ച്വലി അവരുടെ 90 days ആയപ്പോഴേക്കും അവരുടെ വെയിറ്റ് അവർക്ക് 65 kg കുറയ്ക്കാനും പറ്റും. അത്ര ആ ഒരു ഇതും കൂടെ നോക്കിയാണ് നമ്മൾ എത്രയാണ് അവർ കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ബേസിക്കലി ശരിക്കും അവർ 60ക്ക് താഴെ, പ്രിഫറബിളി അവർക്കൊരു 55 വരേണ്ടത്. അപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. അതുപോലെ അവരുടെ BP-ക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളെല്ലാം വിതിൻ 2 weeks ആയപ്പോഴേക്കും തന്നെ കംപ്ലീറ്റ് നിർത്താൻ പറ്റും എന്നുള്ളതാണ്. BP-ക്ക് മരുന്നൊന്നും ഇല്ലാതെ തന്നെ BP 130-80 കൊണ്ടുവരാൻ പറ്റി. ആദ്യം അതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. ഈ രക്തക്കൊഴലുകളെ ബാധിക്കുമ്പോൾ, വെയിനെ ബാധിക്കുമ്പോൾ ആർട്ടറിക്കും ഉണ്ടാവാം പ്രശ്നങ്ങൾ. അപ്പൊ അതും ഈ ഫുഡും ഹൈപ്പർ ടെൻഷനും, മറ്റേ ഇത് വെയിനസ് ഹൈപ്പർ ടെൻഷൻ മാത്രമല്ല ആർട്ടറി ഹൈപ്പർ ടെൻഷനുമായിട്ടും ബന്ധമുണ്ടെന്നുള്ളതാണ്. അടുത്തതും ഒരു ലേഡി പേഷ്യൻ്റ് ആണ്. 62 വയസ്സ്, 153 cm ഹൈറ്റ്, 66 kg ആണ് വെയിറ്റ്. ഇവർക്ക് വെരിക്കോസ് വെയിൻ ഉണ്ട്, ആർത്രൈറ്റിസ് ഉണ്ട്, അതുപോലെ തന്നെ മൗത്തിൽ അൾസേഴ്സും വരുന്നുണ്ട്, സ്കിന്നിൽ റെഡ്നെസ്സും പാച്ചസും വരുന്നുണ്ട്. അതായത് ഇത് ബേസിക്കലി വെരിക്കോസ് വെയിനിൻ്റെ കൂടെ ആർത്രൈറ്റിസും ഉണ്ട്, മൗത്ത് അൾസേഴ്സും ഉണ്ട്, സ്കിൻ ലീഷൻസും ഉണ്ട്. അവർ ബേസിക്കലി അവർക്ക് ഡയബറ്റിക് ആണെന്ന് അവരെ അറിയില്ലായിരുന്നു. നമ്മൾ ചെക്ക് ചെയ്യുമ്പം ആക്ച്വലി ഷി വാസ് നോട്ട് ടേക്കിംഗ് എനി മെഡിക്കേഷൻ, ഡയബറ്റീസിന് വേണ്ടി മരുന്നൊന്നും എടുക്കുന്നില്ലായിരുന്നു. പക്ഷേ HbA1c 6.7 ആണ്. അതുപോലെ കൊളസ്ട്രോളും അങ്ങനത്തെ പ്രശ്നങ്ങളും കൂടെ ഉണ്ട്. ബേസിക്കലി അവർ മരുന്നുകളൊന്നും എടുത്തിരുന്ന ആളല്ല. ഇതിലിപ്പം നമ്മൾ ഡയബറ്റിക് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇൻസുലിൻ C-പെപ്റ്റൈഡ് നോക്കും. ഇൻസുലിൻ 30 ഉണ്ട്, ഒത്തിരി കൂടുതലാണ്. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ഇവരുടെ ആർത്രൈറ്റിസ് ആക്ച്വലി മുട്ടിനും ഉണ്ട്. ആർത്രൈറ്റിസും കുറച്ച് സിവിയർ ആണ്, മുട്ടിനും ഉണ്ട്. ഈവൻ ആങ്കിളിൻ്റെ അവിടെയും ഡീഫോമിറ്റീസും കൂടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ കാലിന്റെ വേദന, ഈ ആർത്രൈറ്റിസിന്റെ വേദനയുണ്ട്, അതുകൂടാതെ വെരിക്കോസ് വെയിൻ്റെ വേദനയുണ്ട്. അതാണ് ബേസിക്കലി അവരുടെ സിറ്റുവേഷൻ. പിന്നെ ഈവൻ ഒരു തൈറോയിഡിന്റെ തുടക്കം മിക്കവാറും ഇത്തരം പേഷ്യൻസിനൊക്കെ കാണുന്നതാണ്. AMA അല്ലെ TPO പോസിറ്റീവ് ആയിരിക്കും. അതൊരു ഇതിപ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണല്ലോ. അപ്പൊ അത് തൈറോയിഡിനെയും കൂടെ ബാധിച്ച് തുടങ്ങുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. പക്ഷെ തൈറോയിഡ് ഫങ്ഷൻ നോർമലായിരുന്നു. അപ്പൊ ഇവരുടെ നമ്മൾ റിസൾട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മരുന്നൊന്നും ഇല്ലാതെ തന്നെ HbA1c 6.8 ഉണ്ടായിരുന്നത് 6.5 8th day ആയപ്പോഴേക്കും വന്നു. അത് 15th day ആയപ്പോഴേക്കും ഡയബറ്റീസും 6 HbA1c 6 വന്നു. ആൻഡ് 60th day ആയപ്പോഴേക്കും HbA1c 5.8 എത്തി. 90th day ആയപ്പോഴേക്കും 5.6 എത്തി. അപ്പൊ അതാണ് അത്ര ഫാസ്റ്റായിട്ട് ഡയബറ്റീസിന്റെ മരുന്നൊന്നും ഇല്ലാതെ തന്നെ ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നവർ മാറി എന്നുള്ളതാണ്. അപ്പം യൂഷ്വലി ഈ അൾസറൊന്നും ഇല്ലാത്ത പേഷ്യൻസ്, ഈവൻ അൾസർ ഉള്ളവർക്ക് പോലും കംഫർട്ടബിളും വേദനയൊക്കെ കുറയും ഒരാഴ്ച കൊണ്ട് തന്നെ. ഇപ്പം ഇവരുടെ ആർത്രൈറ്റിസിന്റെ 1 week ആയപ്പോൾ തന്നെ അവർ നല്ല കംഫർട്ടബിളായി. 2 weeks ആയപ്പോഴേക്കും എല്ലാം ആക്ടിവിറ്റീസ് നോർമലി ചെയ്യാറായി. ആൻഡ് അവരുടെ വെയിറ്റ് ആണെങ്കിലും 8th day ആയപ്പോഴേക്കും 56-ന് 63 ആക്കാനും പറ്റി. അതുപോലെ 15th day ആയപ്പോഴേക്കും 61.5, 30th day ആയപ്പോഴേക്കും പിന്നെ 60 എത്തിയിട്ടുള്ളൂ, 60 എത്തി. ആൻഡ് ഫൈനലി day 90 ആയപ്പോഴേക്കും അവർക്ക് 55 കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. ബേസിക്കലി അപ്പം വയറിന്റെ കുടവയറ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ വയറിനുള്ളിലെ ഫാറ്റ് കുറയുമ്പോഴേക്കും വീനസ് പ്രഷർ കുറയുന്നതും കൂടെയാണ്. ഈവൻ അതിന്റെ കൂടെ അവർക്ക് ആർത്രൈറ്റിസിനും കൂടെ വ്യത്യാസം കിട്ടുന്നു എന്നുള്ളതാണ്. ഇവർ നേരത്തെ ഓപ്പറേഷനുകളോ ഒന്നും ചെയ്തിരുന്ന ആളല്ല. നേരത്തെ വെരിക്കോസ് വെയിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. പ്രസവത്തോടു കൂടിയാണ് വന്നത്. അമ്മയ്ക്കും വെരിക്കോസ് വെയിൻ ഉണ്ട്. അതാണ് അമ്മയ്ക്ക് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് മക്കൾക്കും വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ലേഡീസ് ആകുമ്പോൾ മിക്കവാറും തുടങ്ങുന്നത് പ്രഗ്നൻസിയുടെ കൂടെ ആയിരിക്കും. പുരുഷന്മാരാണെങ്കിൽ ചിലപ്പം മിക്കവാറും ഒബേസിറ്റി വരുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ അപ്പോഴായിരിക്കും. അടുത്തത് ഒരു ലേഡിയാണ്, 64 വയസ്സുണ്ട്, 151 cm പൊക്കം. ഈ പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് 38 വർഷമായിട്ട് വെരിക്കോസ് വെയിൻസ് ഉണ്ട്.
ഡയബറ്റിസ് 12 വർഷമായിട്ടുണ്ട്. ഇപ്പം മേല് മുഴുവൻ ലീഷൻസ് ആണ്. അലർജിയും സ്നീസിങ്ങും, ഈവൻ കണ്ണ് പോലും ചൊറിഞ്ഞു തടിക്കുക, കണ്ണിന് ചുറ്റുമൊക്കെ ഡാർക്കായിട്ട് ഹോൾ ഫേസും എല്ലാം സ്കിൻ ലീഷൻസ് വന്നിട്ട് ധരിക്കുക. അതായത് എക്സീമയാണോ സോറിയാസിസ് ആണോ, ചില ഭാഗത്ത് കട്ടിപ്പുണ്ട്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ്. സ്കെയിലിങ്ങും ഉണ്ട്, അതേസമയത്ത് ചിലയിടത്ത് ഇങ്ങനെ വീപ്പിംഗ് പോലെയുള്ള ഇത് വെള്ളം വരുന്ന പോലെയുള്ള ഉണ്ട്. അപ്പോൾ ഹോൾ സ്കിന്നും ഡാമേജ്ഡ് ആണ്, അതിൻ്റെ കൂടെ വെരിക്കോസ് വെയിനും ഉണ്ട്. അപ്പം അത്ര ഒരു വല്ലാത്തൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് അവർ. ഇതിൻ്റെ കൂടെ ബേസിക്കലി മിക്കവാറും ആർത്രൈറ്റിസും ഉണ്ട്. പക്ഷെ ഇവർക്ക് അത്ര ഓവർ വെയിറ്റ് ഇല്ല. സെയിം 151 സെൻറ്റിമീറ്റർ 57, ഒബേസിറ്റി ഇല്ല, ഒരു ഓവർ വെയിറ്റിൻ്റെ നിലയിലേ ഉള്ളൂ. BMI ആണേലും മറ്റേ നേരത്തെ പറഞ്ഞ പേഷ്യൻ്റ് അത്രയും വരുന്നില്ല. BMI ആണ് 25.5, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ 23ക്ക് മുകളിലാകുമ്പോഴാണ് ഓവർ വെയിറ്റ് എന്ന് പറയുന്നത്. അപ് ടു 23 to 27 ഓവർ വെയിറ്റും 27ന് മുകളിലുണ്ടെങ്കിലാണ് ഒബേസിറ്റി എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി ഇവരുടെ അത്ര ഈ ഒബേസിറ്റി കൊണ്ടല്ല ഇവർക്ക് വന്നിരിക്കുന്നത്, അല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ്. അപ്പം ഇവരുടെ നമ്മൾ റിസൾട്ട് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഡയബറ്റിസ് നമ്മൾ നോക്കുമ്പോൾ ബേസിക്കലി അവരുടെ HbA1c 8.2 ഉണ്ട്. മരുന്ന് എടുത്തോണ്ടിരുന്നിട്ട് അവർക്ക് 8.2 ഉണ്ട്. ഇൻസുലിൻ ലെവൽ നോർമലാണ്, കൂടുതലില്ല, ഓൺലി 40. ഷുഗറും കൂടുതൽ 135, അത്രയാണ് നമ്മൾ തുടങ്ങുമ്പോൾ. അതിൻ്റെ കൂടാതെ കൊളസ്ട്രോളും അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഉണ്ട്. രക്തക്കുറവുണ്ട്, മൈക്രോ ആൽബുമിൻ കിഡ്നി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ഡയബറ്റിക് പേഷ്യൻ്റ് ആണല്ലോ. അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ഇവരുടെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാൻ തന്നെ പറ്റാത്ത പോലെ ചൊറിച്ചില്ല. വെരിക്കോസ് വെയിൻ്റെത് അൾസർ ഒന്നുമില്ല, അതുകൊണ്ട് മൊത്തത്തിൽ ചൊറിച്ചിലും, നടക്കാൻ പറ്റില്ല, കാലിന് കഴപ്പ്, വേദന, ഇതെല്ലാം ആയിരുന്നു ബുദ്ധിമുട്ട്. അപ്പം അവർക്ക് 8th ഡേ വന്നപ്പോഴേക്കും അവരുടെ അസ്വസ്ഥതകൾ, ഇച്ചിങ്, ഡ്രൈനസ്, കാലിൻ്റെ വേദന, ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം നല്ല ആശ്വാസമായി. അതുപോലെ ചുമയും തുമ്മലും എല്ലാം ഉണ്ട്. അതൊക്കെ ആശ്വാസമായെന്ന് ഉള്ളതാണ്. അവൻ ഈവൻ 8.2 HbA1c ഉണ്ടായിരുന്നത് 8th ഡേ ആയപ്പോഴേക്കും ഒരു 7.7 കുറഞ്ഞു. മരുന്ന് നിർത്തിയിട്ടാന്ന് ഓർക്കണം, ഡയബറ്റീസിൻ്റെ മരുന്നൊക്കെ നിർത്തിയിട്ട് HbA1c അത്രയും യൂണിറ്റ് കുറഞ്ഞു. 15th ഡേ ആയപ്പോഴേക്കും HbA1c 7.3 എത്തി. ആൻഡ് 30th ഡേ ആയപ്പോഴേക്കും 68, 60th ഡേ 60.2, 90 വന്നപ്പോഴേക്കും 5.8. അപ്പോൾ ആ HbA1c കുറഞ്ഞു വന്നു. അപ്പോൾ അവരുടെ വെയിറ്റിൻ്റെ കുറവാണെങ്കിലും ബേസിക്കലി അവർ ഒത്തിരി ഓവർ വെയിറ്റ് ഇല്ല. 57.3 തുടങ്ങി അവർ 52 ഒത്തിരി അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻ്റ് അത്ര ഐഡിയലി അങ്ങ് വെയിറ്റ് കുറയ്ക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. ഉള്ളി ഒരു 5 kg റിഡക്ഷനേ വന്നുള്ളൂ. പക്ഷെ എന്നാലും സിംറ്റമാറ്റിക്കലി ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. ശരിക്കും അവരുടെ ബോഡിയിലെ കൊഴുപ്പിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ്. 35% ഉണ്ടായിരുന്നു. അത് 90 days ആയപ്പോഴേക്കും 31.8 വരാൻ പറ്റിയിട്ടുള്ളൂ. ശരിക്കും കുറച്ചും കൂടെ കുറയേണ്ടതുണ്ട്. അപ്പം ഐഡിയലി അവരൊരു 40-45 വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇത്രയും സ്കിൻ ലീഷൻസും കൂടെ ഉണ്ടല്ലോ, സിംറ്റമാറ്റിക്കലി എല്ലാം ഒരു 1 month ആയപ്പോഴേക്കും തന്നെ റീസണബിളി നല്ല കൺട്രോളായി. പക്ഷെ ബാക്കിയും കൂടെ വരാനുണ്ട്. ഇതിലാണെങ്കിലും നമ്മൾ ഡീറ്റെയിൽ ടെസ്റ്റിങ്ങനെ നോക്കി പല ഫുഡ് ഐറ്റംസും ഒക്കെ അവർക്ക് ഇൻടോളറൻ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഏറ്റവും ഈ ഇതിൽ വരുമ്പോഴും ഇവരുടെ ആണെങ്കിലും ഹോൾ ബോഡി ഉണ്ടല്ലോ സ്കിൻ ലീഷൻസ്. ഇപ്പം കാലിൽ അൾസറല്ല, ഇതിനകത്ത് ഹോൾ ബോഡി സ്കിൻ ലീഷനാണ്. അപ്പം ഹോൾ ബോഡി നമ്മൾ ഈ സ്പെഷ്യൽ ന്യൂട്രീഷൻ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്കിൻ ലീഷൻസ് അൾസർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ സോൾട്ട് വാട്ടർ ക്ലീനിങ്ങും ഒരു ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മറ്റേതാണെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ഇത് ചെയ്യുക, കംഫർട്ടബിളായിട്ട്. ഇപ്പോൾ ഉറങ്ങാനും പറ്റും. യൂഷ്വലി വിതിൻ എ വീക്ക് മിക്കവാറും പേർക്കും കംഫർട്ടബിളായിട്ട് ഉറങ്ങുന്ന ഒരു സ്റ്റേജിലേക്ക് വരാൻ പറ്റും. 90 days കൊണ്ട് തന്നെ. പക്ഷെ ഇനിയുണ്ട്, കുറച്ചും കൂടെ കറക്ഷൻ ഉണ്ട്. സ്കിൻ അത്ര ഡാമേജ്ഡ് ആയിരുന്നു. അവർക്കൊരു മിനിമം ഒരു 180 കൊണ്ട് അവരുടെ കംപ്ലീറ്റ് സ്കിന്നിൻ്റെ ഒരു റീസണബിൾ നല്ലൊരു നിലയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അൾസർ അല്ലെങ്കിൽ അതാണ്. ഈ സ്കിൻ ഡിസീസും ഈ അലർജിയും ഓട്ടോഇമ്മ്യൂൺ ഡിസീസും ഒക്കെ കൂടെ കണക്റ്റഡ് ആണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഡയബറ്റീസ് പിന്നെ എല്ലാവരുടെയും തന്നെ ഒരു പാർട്ടായിട്ടും കൂടെ കാണുമെന്നുള്ളതാണ്. ഷോർട്ടായിട്ട് ഒരു 1 more പേഷ്യൻറ്റിൻ്റെ പറയാം. ഞാൻ ഈ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് പറയുന്നത് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഡിസീസ് ആയിരിക്കും ഓരോ പേഷ്യൻറ്റിനും. ഇപ്പോൾ വെരിക്കോസ് വെയിനായിട്ട് മാത്രം വരുന്ന ആരും തന്നെ ഞാൻ പറഞ്ഞാലും ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ആൾക്കാർ കുറച്ച് മൾട്ടിപ്പിൾ രോഗങ്ങൾ വന്നിട്ടുള്ളവരായിരിക്കും.
അപ്പോൾ അതിനെല്ലാത്തിനും കിട്ടുന്ന ഒരു ബെനിഫിറ്റും കൂടെ മനസ്സിലാക്കി തരാമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പേഷ്യൻസിൻ്റെ പറയുന്നത്. ഇവർക്ക് വെരിക്കോസ് വെയിൻ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 വർഷം അവർ പറയുന്നുള്ളൂ. ചിലപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പിന്നെ ഇപ്പോഴത്തെ പ്രോബ്ലം കാലുവേദനയാണ്. അതിൽ കാലിന് തന്നെ വളവ് വന്നിട്ടുണ്ട്. ആർത്രൈറ്റിസ് ആണ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. അപ്പം അവരുടെ അടുത്ത് നീ റീപ്ലേസ്മെന്റ് പറഞ്ഞിട്ടാണ് അവർ വരാൻ കാരണം. അപ്പം വെരിക്കോസ് വെയിനോ അൾസറോനോ ആയിട്ടല്ല ആക്ച്വലി പേഷ്യൻ്റ് വരുന്നത്. പക്ഷേ മേജറായിട്ട് തടിച്ച് വെരിക്കോസ് വെയിൻ ഒരു ഗ്രേഡ് 5ഉം കാലിൽ കളർ ഡിഫറൻസും എല്ലാം ഉണ്ടെന്നുള്ളതാണ്. അൾസറിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാലിന് നീരും എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ അലോപേഷ്യ മുടിയിലൊക്കെ ഈ തലയിലൊക്കെ ചില ഭാഗത്ത് റൗണ്ടായിട്ട് മുടി പോകുന്നത്, അതിന് അലോപേഷ്യ എറേറ്റ എന്ന് പറയും. അതുകൊണ്ട് അപ്പം അതും ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസിന്റെ ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്. അപ്പം ഈ ബേസിക്കലി ഇതെല്ലാം ഒന്നിച്ചാണ്. അത് വെരിക്കോസ് വെയിൻ ഉണ്ട്, അലോപേഷ്യ എറേറ്റ ഉണ്ട്, അതിൻ്റെ കൂടെ ആർത്രൈറ്റിസും ഉണ്ട്. അപ്പം ഈ പേഷ്യൻറ്റിൻ്റെ ആണെങ്കിലും നമ്മൾ റിസൾട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ 65 കിലോയേ ഉണ്ട്, 144 സെൻറ്റിമീറ്ററാണ്. ശരിക്കും അവർക്ക് മാക്സിമം ആകാവുന്ന ഒരു 45 കിലോ ആണ്. അപ്പം ഇത്രയും പൊക്കം കുറഞ്ഞ ഒരാൾ ഈ 20 kg ഓവർ വെയിറ്റും ആയിട്ടാണ്. ഐഡിയലി ഷീ ഷുഡ് ബി അറൗണ്ട് ഒരു 40 kg വരാൻ പാടുള്ളൂ. അപ്പം അവർക്ക് നടക്കാൻ ഇവരുടെ ഡിഫിക്കൽട്ടി ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ള ഡിഫിക്കൽട്ടി വെരിക്കോസ് വെയിൻ വെച്ചിട്ടുള്ള ആർത്രൈറ്റിസ് വെച്ചാണ്. പക്ഷെ കാലിന് ഭയങ്കര നീരും വേദനയും എല്ലാം ഉണ്ട്. അത് രണ്ടും കൂടെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആക്ച്വലി അവർ വിതിൻ ആക്ച്വലി 8th ഡേ വന്നപ്പോഴേക്ക് 62 ആയി. ഫൈനലി ഡീറ്റെയിലേക്ക് പോകുന്നില്ല. 90th ഡേ വരുമ്പോഴേക്കും അവർ വെയിറ്റ് 54ലേക്ക് 10 കിലോ കുറച്ചു. നെക്സ്റ്റ് അവർ 180ക്ക് വന്നിട്ടുണ്ട് 6 months കഴിഞ്ഞു. അപ്പോഴേക്കും 6 months ആയപ്പോഴേക്കും അവരുടെ വെയിറ്റ് 49 kg കുറയ്ക്കാൻ പറ്റി എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത്തിരി കൂടെ കുറച്ച് അറൗണ്ട് ഒരു 40ലേക്ക് വരണം. അപ്പോഴേക്കും അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് നടക്കാറായി, പ്രോബ്ലം ഇല്ല. അപ്പം വെരിക്കോസ് വെയിൻ്റെ ഓപ്പറേഷനിൽ നിന്ന് മാത്രമല്ല നീ റീപ്ലേസ്മെൻറ്റിൽ നിന്നും കൂടെ മാറാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഒരു രോഗം മാത്രമല്ല, നമ്മളിപ്പം മരുന്നെടുക്കുകയോ ഓപ്പറേഷൻ ചെയ്യാനോ ഓരോന്നിനും ഓരോ ഓപ്പറേഷനും ഇതും ചെയ്ത് നടക്കാം. ഓപ്പറേഷൻ ചെയ്താലും വീണ്ടും വരും, അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് ഇത് ചെയ്യും. പക്ഷെ ജീവിതശൈലി കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും മാറാം. അത് മാത്രമല്ല തിരിച്ചു വരില്ല. നമ്മളത് ബോഡി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്ന ഒരു കാര്യം വരുന്നില്ല എന്നുള്ളതാണ്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കും ആണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും അറിയാനാകും. ഓരോ രോഗത്തിൻ്റെയും കാരണം, രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗം എങ്ങനെ തുടക്കത്തിലേ കണ്ടെത്താം, വേണ്ടിവരാവുന്ന പരിശോധനാ രീതികളുടെയും ചികിത്സാ രീതികളുടെയും ഗുണദോഷങ്ങൾ, പാർശ്വഫലങ്ങൾ, അപകട സാധ്യതകൾ തുടങ്ങിയവയ്ക്കൊപ്പം ജീവിതശൈലിയുമായി രോഗത്തിനുള്ള ബന്ധത്തെയും ജീവിതശൈലി ക്രമീകരണത്തിന്റെ പ്രാധാന്യത്തെയും ശാസ്ത്രീയ വശങ്ങളെയും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെയും കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോകൾക്കായി പ്ലേലിസ്റ്റ് കാണുക. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ രോഗങ്ങളും
ഒരേ രോഗത്തിന് പലതരം പരിശോധനാ രീതികളും ചികിത്സാ രീതികളും ഉള്ള ഇക്കാലത്ത് രോഗത്തിന്റെ പ്രത്യേകതകളും പരിശോധനകളുടെയും മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും ഒക്കെ പാർശ്വഫലങ്ങളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചും അറിവുണ്ടാകേണ്ടത് ആരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമാണ്. വ്യക്തമായ ശാസ്ത്രീയമായ അറിവുണ്ടായാൽ മാത്രമേ രോഗമുക്തിക്കുതകുന്ന ചികിത്സ തിരഞ്ഞെടുക്കാനും ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് സാധ്യമാക്കാനും കഴിയൂ. താങ്ക് യു.